എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അച്ഛൻ്റെ വീട്ടിൽ നിന്നും അവർ ഞങ്ങളെല്ലാവരും ഉപേക്ഷിക്കുന്നു. ക്യാരിങ് ആയിരുന്ന അമ്മയടക്കം. ക്യാരിങ് ആയിരുന്ന അമ്മയും ഞങ്ങളെയും മക്കളെയും എന്ത് കാരണമാണെന്ന് പോലും അറിയാതെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അമ്മ നിൽക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വിഷമം ഉണ്ടാകും. അതെ, ഏകദേശം ഒരു 50 ലക്ഷം രൂപ അധികം കടമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കോവിഡിന്റെ സമയത്ത് കോവിഡ് കാരണം ജോലി പോയി. പിന്നെ മോനെ പ്രഗ്നന്റ് ഡെലിവറി ചെയ്യുന്ന സമയത്തായിരുന്നു. കാര്യം പറയുമ്പോൾ ആൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ അച്ഛനെ പോലെ കടബാധ്യത വന്ന് എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തതുപോലെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണോ? കാര്യം അവിടെ ഇങ്ങനെ പറയാൻ എനിക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ കൈ പൈസ ഇല്ല, കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കടക്കാരെല്ലാം വിളിക്കുന്നു, റെന്റുകാർ വിളിക്കുന്നു. അങ്ങനെ ആകെ നമ്മൾ ശരിക്കും എൻ്റെ അമ്മ അനുഭവിച്ച അതേ വേദന ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു റെപ്ലിക്ക, അച്ഛന്റെ ഒരു റെപ്ലിക്ക അല്ലേ. അത് വീണ്ടും ഒരു ആർഗ്യുമെന്റിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം നമ്മളാണ് എന്ന് മാടമ്പള്ളിയിലെ യഥാർത്ഥ വിചാരിക്കുന്നത് പോലെ അതെ, നമ്മളാണെന്നുള്ളൊരില്ലേ. ആളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇപ്പോഴുള്ളതൊന്നും അല്ല, കുട്ടിക്കാലം മുതൽക്കേ ആളുടെ ഉള്ളിൽ കിടക്കുന്ന ചില മുറിവുകളാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുറിഞ്ഞു, നമ്മൾ ഉടനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും. പക്ഷെ മനസ്സിലെ മുറിവുകൾ അവിടെ കിടക്കും. നമ്മൾ വലുതാകുന്നതനുസരിച്ച് ഇത് വലുതാകുകയും ചെയ്യും. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വീടിൻ്റെ വിളക്കാണ് സ്ത്രീ എന്ന് പറയുമല്ലേ. പക്ഷേ ഈ സ്ത്രീ ഒരു കരിന്തിരിയായിട്ട് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല ആ വീട്ടിലെ ജീവിതം. ഒരു സ്ത്രീയെ, ആ ഒരു നിലവിളക്കിനെ നല്ല പ്രകാശപൂരിതമായി തെളിയിക്കണമെങ്കിൽ അവരുടെ ഉള്ളിലുള്ള കുറേ വിഷമങ്ങൾ, അവരുടെ ഉള്ളിലുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർ നല്ലൊരു വ്യക്തിയായി തീരണം. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരായിക്കോട്ടെ, ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, സംരംഭകരായിക്കോട്ടെ, ഒരു സ്ത്രീ അനുഭവിക്കുന്ന നമ്മൾ കാണാത്ത കുറേ ബുദ്ധിമുട്ടുകൾ ഇത് കണ്ട്, ഇത് ലൈഫിൽ അനുഭവിച്ച്, ഇത് മറ്റുള്ളവർക്ക് ഉണ്ടാകരുതെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് മുന്നോട്ട് വന്ന ഒരു ദമ്പതികളെയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ അതിഥികളായി കിട്ടിയിരിക്കുന്നത്, വിഷ്ണുവും സജിതയും. സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. വിഷ്ണുവായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. അന്നൊക്കെ വാദോരാതെ സംസാരിക്കുന്ന പ്രിയ പത്നി സജിത അല്ലേ. എപ്പോഴും വിഷ്ണുവിൻ്റെ സ്റ്റാറ്റസിലും സ്റ്റോറികളിലൊക്കെ കാണുന്ന ഒരു മുഖമാണ്. സ്വസ്തിയുടെ കാരണക്കാരിയാണ്, അല്ലെങ്കിൽ ഇടത്തിലേക്ക് ഒരുപാട് ആളുകളെ നയിക്കുന്ന ഒരു ലേഡിയാണ്. സ്വസ്തി ബേസിക്കലി ലേഡീസിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാൻ വിത്ത് യുവർ പെർമിഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, സജിതയുടെ നാട് എവിടെയാണ്? ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴയാണ്, ഹരിപ്പാടാണ് സ്ഥലം. ഓക്കെ, ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ഞങ്ങൾ ഇപ്പൊ ടോട്ടലി ഒരു 14 വർഷത്തെ ജീവിതമാണ്. 14 വർഷമായിട്ട് സഹിക്കുകയാണെന്ന് അല്ലേ. അടിപൊളി. ഓക്കെ, ഒരു പഠിച്ചത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ജീവിതത്തിലെ കുറേ അനുഭവങ്ങളാണ് സജിത എന്ന് പറയുന്ന വ്യക്തിനെ സ്വസ്തിയുടെ സാരഥിയാക്കിയതിൻ്റെ പുറകിൽ. എന്തായിരുന്നു ആ അനുഭവങ്ങൾ? അത് പറയണമെങ്കിൽ ശരിക്കും നമ്മളിങ്ങനെ മൺചിത്രത്താഴ് സിനിമയിൽ അല്ലിയുടെ സൈക്കിൾ എടുത്ത് പോകണമെന്ന് പറയുന്നത് പോലെ കുറച്ച് പുറകിലേക്ക് പോകണം. കുട്ടിക്കാലമാണ്. അതായത് എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് 23 വയസ്സാണ്, എനിക്കിന്ന് 3.5 വയസ്സ്. പിന്നെ തൊട്ട് താഴെ ഒരു 1.5 വയസ്സുള്ള ഒരു അനിയനുണ്ട്. ഏറ്റവും ഇളയാളെ അമ്മ അന്ന് 6 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ആ സമയത്ത് അച്ഛൻ സൂയിസൈഡ് ചെയ്തു. സമയത്ത് അച്ഛൻ സൂയിസൈഡ് ചെയ്യാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ഒരു പുളിമരം ഉണ്ടായിരുന്നു. അതിലാണ് അച്ഛൻ സൂയിസൈഡ് ചെയ്യുന്നത്. ഹാങ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നമുക്ക് അമ്മ പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും അവർ ഞങ്ങളെല്ലാവരും ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവസ്ഥയിൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അച്ഛൻ്റെ വീട്ടിൽ ക്യാരിങ് ആയിരുന്ന അമ്മയും ഞങ്ങളെയും മക്കളെയും ഒക്കെ. അച്ഛന് കടബാധ്യത കൊണ്ടാണ് അച്ഛൻ മരിക്കുന്നത്. പക്ഷെ അത് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. എന്ത് കാരണമാണെന്ന് പോലും അറിയാതെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അമ്മ നിൽക്കുന്നത്. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ടതിന് ശേഷം അമ്മയുടെ വീട്ടിലേക്ക് വരികയാണ്. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അമ്മയുണ്ട്, അമ്മയുടെ മുത്തശ്ശിയുണ്ട്, പിന്നെ ഒരു ചെറിയൊരു വീടൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ചെറുപ്പകാലം. അപ്പോൾ അതിൽ നിന്ന് അമ്മ അനുഭവിച്ച ഒരു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ജോലിക്കൊക്കെ ചെയ്തിട്ട് അമ്മ അനുഭവിച്ചൊരു പെയിനിൽ നിന്നാണ് ശരിക്കും സ്വസ്തിയുടെ ഒരു റൂട്ടെന്ന് പറയുന്നത്. ഓക്കെ, സജിതയെ കണ്ടുമുട്ടിയതിന് ശേഷമാണല്ലേ ഇങ്ങനെ ഒരു ഈ ട്രോമ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒരു റിയലൈസേഷനും അങ്ങനെ ഒരു മാറ്റമൊക്കെ വരുന്നത്. വിഷ്ണുവും ഹരിപ്പാട് തന്നെയാണ് സ്വദേശം എന്ന് പറഞ്ഞു. സൈക്കോളജി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആണോ പഠിച്ചേക്കുന്നത്? അല്ല, ശരിക്കും ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എനിക്കൊന്ന് എഞ്ചിനീയറിംഗിന്റെ പഠന കാലഘട്ടത്തിന്റെ അതിന്റെ ഒരു ലാസ്റ്റ് ഇയറിലൊക്കെയാണ് ഞങ്ങള് പ്രണയത്തിലാവുന്നത്. ഞങ്ങൾ പരിചയപ്പെടുന്നത്.
അപ്പോൾ അതിനുശേഷം നമുക്കറിയാമല്ലോ പിന്നെ വിവാഹത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടി കുറേയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ നാട്ടിലെങ്കിലും നമുക്ക് ജോലിയൊന്നും റെഡിയാകുന്നില്ല. അങ്ങനെ വിദേശത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു ജോലിയൊക്കെ സെറ്റാക്കി ഉറപ്പിച്ചൊരു ടൈമിൽ എൻ്റെ ഫാദർ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരികെ വന്നു. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ഇല്ല. കാരണം പെട്ടെന്നൊരു മരണമായതുകൊണ്ട് അമ്മയെ വിട്ട് നമുക്ക് വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലായി. കല്യാണം കഴിക്കണമല്ലോ. അതെ, കല്യാണം കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ജോലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. ജോലിയില്ലാത്ത ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കാനും പറ്റത്തില്ല. നമ്മുടെയും കൂടെ ഉത്തരവാദിത്തം ജോലി മേടിച്ചു കൊടുക്കും. എങ്ങനെയും ഇതിനൊരു ജോലി വേണമെന്നുള്ളതല്ലേ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അക്കാഡമി എന്ന് പറയാൻ പറ്റത്തില്ല, ട്യൂഷൻ സെന്റർ. ചില റിലേറ്റീവ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ട്യൂഷൻ സെന്റർ സ്റ്റാർട്ട് ചെയ്തു. വല്ലതൊരു അക്കാഡമി ഒക്കെ ആയിട്ട് ഹരിപ്പാട് തന്നെ ലോക്കലായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അതൊരു അക്കാഡമി ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. കല്യാണം കഴിച്ചു. ആ സമയത്ത് സജിത്ത് ജോലി ചെയ്യുന്നുണ്ടോ? കോളേജിൽ വർക്ക് പഠിപ്പിക്കുന്നുണ്ട് ആ സമയം. പക്ഷെ അപ്പോൾ ആ സമയത്തും ഞാനിങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ അക്കാഡമി ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെയുള്ള ബ്രാഞ്ചുകൾ തുടങ്ങാം, ഇതിനെ വലുതാക്കാം, ഫുൾ ടൈം ഇത് നമ്മുടെ കരിയർ ആക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിതിൻ്റെ അക്കാഡമി വളർത്തുന്നു. പക്ഷെ അതങ്ങോട്ട് വളർന്നു വരുന്നൊരു ഫേസിൽ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതായത് നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. ആള് സാമ്പത്തികമായിട്ട് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള നമ്മളൊരു ചീറ്റിംഗ് കാര്യങ്ങൾ തട്ടിപ്പൊക്കെ നടക്കുന്നു. അങ്ങനെ അതിനകത്തൊരു അടി കിട്ടുന്നു. എങ്കിലും നമ്മൾ ആ സമയത്ത് പൊങ്ങി വരികയാണ്. നമ്മുടെ കയ്യിലേ ഒന്നുമില്ല, നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷമം ഉണ്ടാകും. അതെ. പക്ഷെ അതിനുശേഷം വീണ്ടും നമ്മൾ അക്കാഡമികളെല്ലാം റൺ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയ ഒരു ചലഞ്ച് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണയാണ്. കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും അതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഇപ്പം നോക്കും കാര്യം എന്ന് പറഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം നമ്മുടെ ഒരു അക്കാഡമികളും നമുക്ക് നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്നില്ല. കാരണം പലതും നമ്മൾ ഈ ലോണും പണം കടം മേടിച്ചൊക്കെ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ പുതിയ കുറേ അക്കാഡമിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് കുറേ സ്റ്റാഫൊക്കെ ഉണ്ട്, ഏകദേശം 20-30 സ്റ്റാഫുകളുണ്ട്. കുറേ ബില്ലിങ് നമ്മൾ എടുത്തിട്ടിട്ട് അതിന്റെ റെന്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊക്കെ നടന്നു പോകുമായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷ നമ്മൾ അമിതമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് വേറെ പുതിയ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല സ്ഥലങ്ങളിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫണ്ട് ഇറക്കിയിട്ടേക്കാം. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു പോയിന്റിൽ കൊറോണ എത്തി നിൽക്കുന്നു. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണല്ലോ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതൊന്നും നടത്താൻ പറ്റത്തില്ല, തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പോയിന്റ് എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 ലക്ഷം രൂപ അധികം കടമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കോവിഡിന്റെ സമയത്ത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. കാരണം ആളുടെ ജോലി ആ സമയത്ത് പോയി, കോവിഡിലായിരുന്നു, കോവിഡ് കാരണം ജോലി പോയി. പിന്നെ മോനെ പ്രഗ്നന്റ് ഡെലിവറി ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതെല്ലാം ബാക്ക് ടു ബാക്ക് സംഭവിച്ചു, ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നമ്മുടെ ഒരു മെന്റൽ ഇതൊക്കെ അന്നേരം പോകും. നമ്മുടെ സ്ട്രെസ് ഒരാളാണെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യതകൾ കാരണം അച്ഛനെ നഷ്ടപ്പെട്ടൊരു വ്യക്തി. യെസ്, അതാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ നമ്മുടെ റിലേഷൻഷിപ്പിലും നേരത്തെ ഉണ്ടായിരുന്ന പ്രണയവും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് നഷ്ടപ്പെട്ടു. വീട്ടില് അടിയും ഇടിയും ബഹളവും ദേഷ്യവും. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ അച്ഛനെ പോലെ കടബാധ്യത വന്ന് എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്തതുപോലെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണോ. കാര്യം അവിടെ ഇങ്ങനെ പറയാൻ എനിക്ക് ദേഷ്യം വരികയാണ്, എൻ്റെ കൈ പൈസ ഇല്ല, കുഞ്ഞിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കടക്കാരെല്ലാം വിളിക്കുന്നു, റെന്റുകാർ വിളിക്കുന്നു. അങ്ങനെ ആകെ നമ്മൾ ശരിക്കും എൻ്റെ അമ്മ അനുഭവിച്ച അതേ വേദന ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് അച്ഛൻ്റെ ഒരു റെപ്ലിക്ക അല്ലേ. പക്ഷെ ഇതൊന്നും നമുക്ക് അന്നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. നമ്മൾ ആ ഇമോഷന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അതെ അതെ സമാധാനം. കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ തന്നെ ആലോചിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നത്, നമ്മൾ ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ, നല്ലതല്ലേ ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും വഴക്കിടുകയും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയും ചെയ്യാം. അപ്പോൾ ശരിക്കും ആ ഒരു സമയത്ത് നമുക്ക് എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കാകുന്നില്ല. ഒന്നിനുള്ള എനർജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ആള് എൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, എന്തോ ഒരു ഈ കൊറോണ ടൈം ആയതുകൊണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് സെഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്തോ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, നമ്മുടെ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണം അറിയാമെന്ന് ചോദിച്ചു. അറിയാം, ഓഫ് കോഴ്സ്. എൻ്റെ 50 ലക്ഷം രൂപയുടെ കടം, ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചു, നിന്റെ ജോലി പോയി, ദാരിദ്ര്യവും പട്ടിണിയും, കുറെ മനുഷ്യന്മാരില്ല, നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പം
ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛന്മാരില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല. ശരിക്കും നമ്മൾ അന്നേരം ഈ പറഞ്ഞ കണക്ക് സപ്പോർട്ട് ചോദിക്കാനുള്ള ഒരു മൈൻഡിൽ നമുക്കൊരു അഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചോദിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വിഷ്ണുവിന്റെ തലയിലാണെങ്കിൽ പ്രതീക്ഷകളുടെ ഒരു അമിത ഭാരമുണ്ട്. കാരണം രണ്ട് വീട്ടിലും ഒരു പുരുഷ കേസരിയായിട്ടുള്ള ഒരു നാഥനായിട്ടുള്ളത് വിഷ്ണുവാണ്. അപ്പൊ നമുക്ക് ഒന്നും ആരോടും ചോദിക്കാനും പറ്റത്തില്ല. അപ്പൊ എന്നോട് ഒന്ന് ചോദിച്ചു, അപ്പൊ ഞാൻ ഈ റീസൺ ഒക്കെ പറഞ്ഞു, ഇവരൊക്കെയാണ് കാരണം, ആരും ഇല്ലാത്തതും അല്ലെങ്കിൽ കൊറോണ വന്നതും പിന്നെ എൻ്റെ ഒരു പാർട്ട്ണർ എന്നെ ചീറ്റ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഇതൊന്നും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ചില കാര്യങ്ങൾ, നെഗറ്റീവ് ബ്ലോക്കുകളാണ് ഇതിന്റെ കാരണം. ആ കൊള്ളാം, അപ്പൊ ഞാനാണെന്നാണോ പറയുന്നത്. അപ്പൊ അത് വീണ്ടും ഒരു ആർഗ്യുമെന്റിലേക്ക് പോയി, നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം നമ്മളാണ് എന്ന് അതെ നമ്മളാണെന്നുള്ളൊരു ലൈഫ് അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു നീ എന്താ നോക്കുന്നു വെച്ചാൽ നോക്കിക്കോ, എനിക്കിതൊന്നും അങ്ങോട്ട് തലയിലേക്ക് കയറുന്നില്ല. അപ്പം അങ്ങനെ ആൾ ഇതുപോലെ എന്തെങ്കിലും ഹീലിംഗ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ വിശ്വസിച്ച് അതിനുള്ള സെഷൻസ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഒരു മാറ്റം. അത് നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല, നമ്മുടെ കടങ്ങളും ഇതും എല്ലാം അതുപോലെ ഉണ്ട്, പക്ഷെ എനർജി വൈസ് ഒരു മാറ്റം. നേരത്തെ ആ ഭദ്രകാളി രൂപമൊക്കെ കുറഞ്ഞ് എല്ലാവരും മയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആള് എത്തി. അതെ ആ ലൈൻ, നമുക്ക് എന്തൊക്കെയോ പ്രതീക്ഷകള്, മുന്നിൽ എന്തൊക്കെയോ വെളിച്ചമുണ്ടെന്നൊക്കെയുള്ള. അപ്പൊ എനിക്കും തോന്നി ഇതെന്തോ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചല്ലോ, എന്തായാലും നമ്മളെല്ലാം ട്രൈ ചെയ്തിരിക്കുകയാണ്, അതും കൂടെ ഒന്ന് നോക്കാം. ശരിക്കും അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിനുള്ള കാരണം. അതായത് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ആളുടെ പ്രശ്നങ്ങളുടെ കാരണം ഇപ്പോഴുള്ളതൊന്നുമല്ല, കുട്ടിക്കാലം മുതൽക്കേ ആളുടെ ഉള്ളിൽ കിടക്കുന്ന ചില മുറിവുകളാണ്. ആ മുറിവുകളെ സുഖപ്പെടുത്തിയാൽ ആളൊരു ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്, എൻ്റെ ഉള്ളിലും എനിക്കറിയാത്ത എന്തൊക്കെയോ ചൈൽഡ്ഹുഡ് മുതലേ കിടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിലും ഉണ്ട്. അതിനെയും ഹീല് ചെയ്യാം. ഹീല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സുഖപ്പെടുത്തിയാൽ, കാരണം ഈ മനസ്സിനേക്കുന്ന മുറിവുകളുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങത്തിൽ മാത്രമേ നമുക്ക് കാണാനും പറ്റത്തില്ലല്ലോ. ഇവിടേക്കൊരു മുറിവുണ്ടായി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുറിഞ്ഞു, നമ്മൾ ഉടനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും. പക്ഷെ മനസ്സിലെ മുറിവുകൾ അവിടെ കിടക്കും, നമ്മൾ വലുതാകുന്നതനുസരിച്ച് ഇത് വലുതാകുകയും ചെയ്യും, മുറിവാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാ സംഭവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറെ മുറിവുകൾ ആൾക്കുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ആള് മാത്രമല്ല ഞാനും എന്ത് ചെയ്യണം, ഇൻസെക്യൂരിറ്റീസ് എൻ്റെ ഉള്ളിലും കിടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൽ. എൻ്റെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മെലിഞ്ഞിട്ടും ഇത്തിരി കറുത്ത നിറമൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരു കളിയാക്കലുകൾ ഉണ്ടാവുമല്ലോ. ഞാനപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലാകും കേട്ടോ. ഞാനൊരു ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി നിന്ന സമയത്ത് എന്നെ ഇങ്ങനെ വന്നിട്ട് ഇത് എന്ത് കളർ ഷർട്ട്, നമ്മളിങ്ങനെ അവരൊരു തമാശക്ക് പറയുന്നൊരു കാര്യമായിരിക്കും, എൻ്റെ കോലം കണ്ടോ, നീ കണ്ണാടി പോയി നോക്ക്, ഇത് മനുഷ്യക്കോലമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ നമ്മളെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓരോ ഇരട്ടപ്പേരൊക്കെ ഇട്ട് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കറിഞ്ഞുകൂടെ അത് എൻ്റെ ഉള്ളിൽ ഐ ആം നോട്ട് ഇനഫ്, ഞാൻ അത്ര പോരാന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ ഉള്ളിൽ അത് കൊണ്ട് തന്നു. അത് മാത്രമല്ല ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ ആളുകൾ നമ്മളെ കളിയാക്കുമോ, ഈ കളിയാക്കുമോ എന്നുള്ള പേടി കാരണം നമ്മൾ പലയിടത്തുനിന്നും ഉൾവലിയും. ഒരു ക്രൗഡിനെ കണ്ടു കഴിഞ്ഞാൽ വേണ്ട, അവര് അവിടെ ചെന്ന് സംസാരിച്ച് അവർ മിക്കവാറും എന്നെ കളിയാക്കും, ഇഷ്ടം, പക്ഷെ സമൂഹം നമ്മളെ ആക്കി നിൽക്കാണ്. ഇത് എൻ്റെ ഉള്ളിൽ ഐ ആം നോട്ട് ഇനഫ്, ഞാൻ കൊള്ളില്ല, ഞാൻ പോരാ എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിലും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നീടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഇപ്പം നമ്മൾ ഹീലറാണ്, കോച്ചാണ്, ഒരുപാട് പേരെടുക്കുക സംസാരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ നമുക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്കൊരു ഒരു കൂട്ടുകാരുടെ ഇടയിൽ പോലും നമുക്ക് ചെന്ന് നിൽക്കാൻ ഒരു ഉള്ളിൽ നിന്ന് നമ്മളെ ആരോ പിടിച്ച് വലിക്കുന്ന ഒരു ഫീലാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവന്മാരെല്ലാം അവിടെ നമ്മളെ കളിയാക്കിയാലോ. ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ആ കളിയാക്കിയ മുറിവായിട്ട് കിടക്കുന്നതായിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇന്ന് ഞാനിപ്പോ സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് പറയും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം എന്നെ കാണുമ്പോഴത്തേന് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നോ. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നമുക്കൊരു 100 പേരോ അല്ലെങ്കിൽ 200 പേരോ വന്നു കഴിഞ്ഞാൽ അവരുടെ വരെ സംസാരിക്കാൻ നമ്മൾ കോൺഫിഡന്റ്. അതിന്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും എന്നുള്ളതിന് ഒരു തെളിവുകളാണ്. ഇപ്പം എൻ്റെ ലൈഫാണെങ്കിലും ആളുടെ ലൈഫാണെങ്കിലും ശരിക്കും അവിടെ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഒരു മിഷനിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നത്. ഈ 3.5 വയസ്സുകാരിയിലുണ്ടായ മുറിവുകളെ സുഖപ്പെടുത്തിയോ? തീർച്ചയായിട്ടും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സുഖപ്പെടുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജ്, ഞങ്ങളുടെ മെൻറ്റോസിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു മെസ്സേജാണ് ശരിക്കും സ്വസ്ഥയിലേക്ക് ഒന്നും കൂടെ ഞങ്ങളെ നയിച്ചത്. അതായത് നമ്മൾ ഹീലാവുന്നതനുസരിച്ച് നമ്മുടെ ചുറ്റുപാട് മാറും.
ഞങ്ങളുടെ ഒരു മനോഹരമായൊരു വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ഹീൽ ദ വുമൻ ടു ഹീൽ ദ ഫാമിലി എന്നാണ്. ഹീൽ ദ വുമൻ ടു ഹീൽ ദ ഫാമിലി. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ആ നിലവിളക്കിനെ ആളി കത്തിക്കാന്നല്ലേ. അതായത് എ ഹാപ്പി വുമൺ മേക്സ് എ ഹാപ്പി ഹോം എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ വീട് എങ്ങനെ ആയിരിക്കും അല്ലേ? അമ്മ ദുഷ്മൻ കുമാറാണെങ്കിൽ നമുക്ക് ആ വീട് ഫുള്ള് പാത്രങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും അല്ലേ? പക്ഷെ അമ്മ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ വീട് ആ ഒരു കംപ്ലീറ്റ് നമ്മുടെ ചെടികൾക്കും വീടിനുമൊക്കെ ഒരു ഐശ്വര്യം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയുടെ സിറ്റുവേഷൻ അനുസരിച്ച് അമ്മ സങ്കടപ്പെട്ട് വിഷമിച്ചുമൊക്കെ ഇരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മക്കളായ ഞങ്ങളുടെ ഇമോഷൻസൊക്കെ വേറെയായിരുന്നു. പക്ഷേ അമ്മ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ വീട് മുഴുവൻ ഹാപ്പി ആവാൻ പറ്റും. അതുപോലെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്വസ്തി ഫാമിലിയിൽ മുഴുവൻ സ്ത്രീകളാണ്. അവരിൽ മാറ്റം വരുമ്പോൾ അവരുടെ ചുറ്റുപാടും ഓട്ടോമാറ്റിക്കലി മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ സന്തോഷം ഇപ്പം ഞങ്ങളുടെ ലൈഫിലും റിഫ്ലക്ട് ചെയ്ത് തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നമ്മുടെ ഈ പാരമ്പര്യമായിട്ട് നമ്മൾ പറയത്തില്ല, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സ്വത്ത് കിട്ടി അല്ലെങ്കിൽ വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇതൊന്നുമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ പേരൻസ് അവരുടെ ഉള്ളിലെ മുറിവുകളെ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പോലും അറിയാതെ അൺകോൺഷ്യസ്ലി ഇവർ നമ്മളിലേക്ക് ഇത് തരുന്നുണ്ട്, പാസ് ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും നമ്മുടെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വെൽത്ത് നമുക്ക് അവർക്ക് സ്വത്തുണ്ടാക്കി കൊടുക്കുകയോ പണം ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നുമല്ല, നമ്മൾ ഹീലാകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യു ആർ ആക്ച്വലി സേവിങ് യുവർ ജനറേഷൻ. നമ്മുടെ അടുത്ത ജനറേഷനെയാണ് നമ്മൾ അതിൽ കൂടെ സേവ് ചെയ്യുന്നത്. എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഹീൽ ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലെ മുറിവുകളില്ല. അങ്ങനെയുള്ള ഒരു ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, ശരിക്കും നമ്മൾ അവരെ അടിക്കുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകൾക്കല്ല, നമ്മൾ ഇമോഷണലി ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് അന്നേരം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഉള്ളിൽ ദേഷ്യം. നമ്മുടെ ദേഷ്യങ്ങളല്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പലപ്പോഴും അവർ ചെയ്യുന്ന ശരി തെറ്റുകൾക്കപ്പുറം ഞാൻ പറയുന്നത് എൻ്റെ മൂഡ് ഇതായിട്ടിരിക്കുകയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വരല്ലേ എന്ന് പറയും. അതായത് ആക്ച്വലി നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് അവിടെ ആ കുഞ്ഞുങ്ങളിലേക്ക് കൂടെ. അപ്പം നമ്മൾ ഹീലാകുമ്പോൾ ശരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത് അവരെയാണ്. അവരിലേക്ക് നമ്മൾ ആ മുറിവുകൾ എന്ത് ചെയ്യുന്നില്ല. നമുക്കുണ്ടാകുന്ന നോക്കിയാൽ പല പേടികളും നമുക്ക് വന്നിട്ടുള്ളത് നോക്കിയാൽ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് വന്ന പേടികളായിരിക്കും. അവർ കുട്ടിക്കാലത്ത് മാക്കാച്ചി പോക്കാച്ചി എന്നൊക്കെ പറഞ്ഞ പല പേടികൾ ഇന്നും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ മുറിവായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് തിരിച്ചുകൊണ്ട് കേട്ടോ, നല്ല എൻവയോൺമെൻറ്റ്, പേരൻസ് നല്ല എൻവയോൺമെൻറ്റ് കൊടുത്ത മക്കളെ നോക്കിക്കേ, അവരേറ്റവും നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് അതാണ്, ഹീൽ ദ വുമൺ. എന്തുകൊണ്ടാണ് വുമൺ എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അപ്പോൾ ആണുങ്ങൾ ഹീലാകേണ്ട കാര്യമില്ല എന്ന് ചോദിക്കും. നമ്മൾ പറയത്തില്ലേ, എല്ലാ വിജയിച്ച പുരുഷന്മാരുടെ പിന്നിലും ഒരു സ്ത്രീയുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ ആകണമെന്നില്ല, അമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷെ അവര് സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ആ ഹീലിംഗ് സംഭവിച്ചിരിക്കും. അതാണ് ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. അന്ന് ഞങ്ങൾ ആ മിഷൻ ഏറ്റെടുത്ത് ആള് ഹീലായപ്പോൾ ആള് പോലും അറിയാതെ എന്നിലേക്ക് എന്ത് ചെയ്തു, എനർജി പാസ്സായി. കാരണം അത്രയും നാൾ ഞാൻ മാറണം എൻ്റെ പ്രശ്നങ്ങളാണെന്നുള്ളിടത്തേക്ക് ആളുടെ ഉള്ളിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായപ്പോൾ ആ മാറ്റത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എൻ്റെ ഫാമിലിയിലേക്ക് വന്നു. അവിടുന്നാണ് ശരിക്കും ഞങ്ങളുടെ ആ ഒരു മിഷൻ തുടങ്ങുന്നത്, ഹീൽ ദ വുമൺ ടു ഹീൽ ദ ഫാമിലി. ശരിക്കും അത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു മെന്ററാണ് ഞങ്ങളുടെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഒരു കാലത്ത് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞങ്ങളുടെ ലൈഫിൽ എന്താ ഇങ്ങനെ, ഞങ്ങൾ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, ഹൃദയം കൊണ്ട് നല്ലതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ ആള് നമ്മളോട് പറഞ്ഞു തന്ന കാര്യമാണ്, നിങ്ങൾ ഒരു കാലത്ത് ഇതിനകത്തു നിന്നും പുറത്ത് വരുമ്പോൾ ഈ ഒരു വിസ്ഡം ഇതിപ്പോഴും അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. പക്ഷെ ആ വിസ്ഡം നിങ്ങൾക്ക് എത്ര ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്ര ആളുകളിലേക്ക് ഇതിനെ എത്തിക്കുക. അപ്പം ശരിക്കും നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് പോലും ഈ ഒരു മിഷനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു മിഷനുമായിട്ടാണ് സ്വസ്തി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷമാണ്? സ്വസ്തി ശരിക്കും 2023-ലാണ്, 2023 ആയിട്ട് വരുന്നത്. ആള് നേരത്തെ തന്നെ ട്രെയിനിങ്ങും ഇതുപോലെ മൈൻഡ് പവറും എനിക്കറിയാലോ, നമ്മൾ അങ്ങനെയല്ല പരിചയപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടെ ഒക്കെ അത്രയും ഡീപ്പായിട്ട് ഞങ്ങൾ തുടങ്ങുന്നതും സ്വസ്തിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിന്റെ ഒരു മിഷനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതും 2023-ലാണ്. നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം വന്ന ആ ഒരു ചേച്ചിയെ അല്ലെങ്കിൽ ആ ഒരു അമ്മയെ ഓർമ്മയുണ്ടോ? ആദ്യം വന്നത് നമ്മുടെ നജ്മക്കുട്ടിയാണ്. ആദ്യം വന്നത് ഞങ്ങളുടെ നജ്മക്കുട്ടിയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാറ്റിനം മെമ്പറാണ്. കാരണം ആദ്യം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സെഷൻസ്, അതായത് നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം തന്നെ ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ ഒക്കെ ഇതൊരു ചെറിയ മീറ്റിംഗ് പോലെ വിളിക്കും. അപ്പം ഞങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടി ചിലപ്പോൾ ഫോൺ വിളിക്കും, ചിലപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടാകത്തില്ല.
കാരണം ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറെ തെറ്റായ തെറ്റായ ധാരണകളുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പം എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, എനിക്ക് ഭ്രാന്താണോ, വട്ടാണോ, എനിക്ക് വട്ടൊന്നും ഇല്ലല്ലോ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇവരൊക്കെ പറയുന്നത് കേൾക്കുന്നത്, ഇങ്ങനെ കുറെ ധാരണകൾ ഉള്ളത് കൊണ്ട് തന്നെ ആദ്യമൊന്നും ആരും നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ആരും വരുത്തില്ലായിരുന്നു. വരുന്നവർ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ആദ്യം ട്രസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് വരുന്ന ഒരാൾ പിന്നെ നജ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയാണ്. അപ്പൊ നജ്മയാണ് ആദ്യമായിട്ട് വരുന്നത്. യെസ്, ഈ നജ്മ വന്നില്ലായിരുന്നെങ്കിലോ? യെസ്, തീർച്ചയായിട്ടും. കാരണം നജ്മ, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഈ സെഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6:30 മണിക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ ഒരാളെ കാണും. നമ്മൾ ഭയങ്കര പ്ലാൻ ഒക്കെ ചെയ്ത് പഠിച്ച് വലിയ പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആയിട്ടിരിക്കുമായിരിക്കും. ഈ ഒരാൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. യെസ്, ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ആ ചോദ്യം വളരെ റെലവൻ്റ്. കാരണം ആളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് സ്വസ്തി ഉണ്ടാകത്തില്ല. കാരണം ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്ന് തുടങ്ങിയ ആ ഒരു ജേണിയാണ്, ആ ഒരാളിൽ നിന്ന് തുടങ്ങിയ ജേണിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 1000-ലധികം ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങളുടെ പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ, അതായത് പ്ലാറ്റിനം മീൻസ് ലൈഫ് ടൈം നമ്മളോടൊപ്പം ഒരു ജേണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇത് എന്താ പറയുന്നത്, ഇതൊരു കോഴ്സ് അല്ല, വേറെ അതൊരു ഫാമിലിയാണ്. പ്ലാറ്റിനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ്. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, കരയാം, വേണമെങ്കിൽ പൊട്ടിച്ചിരിക്കാം, അവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യാം, കെട്ടിപ്പിടിക്കാം, എന്ത് ഇമോഷനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കാരണം ഇന്ന് നമുക്ക് മനുഷ്യന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് വളരെ എല്ലാവരും അങ്ങനെ. നമ്മൾ പുറത്ത് കാണുമ്പോൾ എല്ലാവരും ഓക്കെയാണ്, ലിപ്സ്റ്റിക് ഇട്ട് സ്റ്റൈല് ചെയ്ത് അങ്ങനെ നടക്കുക. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു സങ്കട കടലുമായിട്ട് ഇങ്ങനെ നടക്കുക. ഇത് എവിടെയാണ് ചിലർ കൊണ്ട് ഇറക്കി വെക്കുന്നത് റോങ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, എടുത്തോണ്ടിരിക്കുകയാണ്, റിഫ്ലക്ട് ചെയ്യണം. അപ്പോൾ സ്വസ്തി ശരിക്കും അങ്ങനെയുള്ള ഇടമാണ്. സ്വസ്തി ഇടം എന്ന് പറയുന്നത് ഇടം. അതിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ കൂടെ ഈ പറഞ്ഞ അവരുടെ ഹീലിംഗ് നടക്കുന്നുണ്ട്. അവരെ ഒരു സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു സ്കില്ല് ലൈഫിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്കില്ല് പാരലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് ഹീലിംഗിൽ ഹോ ഒപ്പനോപ്പനോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സ്, ഒരു ഹീലിംഗ് ടെക്നിക്കാണ്. ഞങ്ങളൊരു ഹവായൻ ഹീലിംഗ് പ്രോസസ്സാണ് അത്. ശരിക്കും അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ. അതുപോലെ കുറേ അധികം ടൂൾസ് നമ്മൾ എന്ന് വെച്ചാൽ ഇവരായിട്ടിരിക്കുകയും അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അതിൽ ഏറ്റവും ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ലൈഫിൽ. അതായത് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ പറയാം, അവൻ എന്നോട് ചെയ്തത് ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മളെ എത്തിച്ചെല്ലേണ്ടടുത്ത് നമ്മളെ എത്തിക്കാത്തത്. കടിഞ്ഞൂൽ കല്യാണ സിനിമയ്ക്കകത്ത് ഊർവശി കുറെ പെട്ടിയും കൊണ്ട് നടക്കുന്നുണ്ട് അല്ലേ. അതായത് എന്റെ അമ്മ ആദ്യമായിട്ട് മാവേലെറിഞ്ഞ കല്ല് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുപോലെ മറക്കാത്ത ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന കുറെ ഊർവശി പെട്ടികൾ നമ്മുടെ പുറത്തുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എടുത്ത് കളഞ്ഞാൽ ഏറ്റവും സുഖമായിട്ട് നമുക്ക് നമ്മുടെ യാത്ര കൊണ്ടുപോകാം. കേട്ടിട്ടില്ലേ, ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ സാധനം. അപ്പൊ ആ ലഗേജിനെ കളയുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ക്ലെൻസിങ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ്. അത് നമ്മളെ കുറച്ചുകൂടെ സുഖമായിട്ട് നമ്മുടെ ലൈഫിനെ ശാന്തമായി ഉറങ്ങാനും സുഖമായി ജീവിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മനോഹരമായ കാര്യമാണ്. എനിക്കിഷ്ടപ്പെട്ടു. മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതിയാണ്. ചിലപ്പോൾ അവരത് അർഹിക്കുന്നുണ്ടായിരിക്കത്തില്ല. ദേ ഡോണ്ട് ഡിസർവ് ഇറ്റ്, ബട്ട് യു ഡിസർവ് പീസ് എന്ന് പറയും. നമ്മൾ സമാധാനം അർഹിക്കുന്നതുകൊണ്ട് നമ്മളതല്ലേ, അവരാ ചെയ്ത തെറ്റുണ്ടല്ലോ എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല, അത് അമ്മാതിരി പണിയാണ് കാണിച്ചത്, അവരോടൊക്കെ എങ്ങനെ ഞാൻ പൊറുക്കുക, ഈ കാണിച്ച തെറ്റിന് എങ്ങനെ ക്ഷമിക്കുക. പക്ഷേ ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ അതേഴ്സ് ബിക്കോസ് യു ഡിസർവ് പീസ്. നീ സമാധാനം അർഹിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ശരി കേട്ടോ, നമ്മളിതിങ്ങനെ ഹോണ്ട് ചെയ്യും. എന്നാലും അവൻ എന്തായിരിക്കും അങ്ങനെ ചെയ്തത്, എന്നാലും എന്ന് പറഞ്ഞ ബാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരും. ശരിയാ, ക്ഷമിച്ചു കൊടുത്തു കഴിയുമ്പോ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഫ്രീ ആ, നമ്മള് വെയിറ്റ്ലെസ് ആകും. പിന്നെ ഇതിലെ വേറൊരു മനോഹരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും ഹാപ്പി സോൾസ് എന്നാണ് വിളിക്കുന്നത്. അവരുടെയൊക്കെ ലൈഫിൽ സ്റ്റോറീസ് നമുക്കറിയാം.
നമ്മളെ ലൈഫിൽ നമ്മൾ വളരെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ആവത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ കുറേ ചലഞ്ചസ് വരും. അത് ചില വ്യക്തികളായിട്ടായിരിക്കും, ചിലപ്പോൾ ചില സാഹചര്യം. ഇപ്പോൾ കൊറോണയൊക്കെ വലിയ ചലഞ്ചായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു ലൈഫിൽ ഇപ്പം നോക്കുമ്പോൾ കൊറോണ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഓൺലൈനിൽ ഇതുപോലെ ക്ലാസ്സുകൾ നമുക്ക് കാനഡയിൽ നിന്നും US നിന്നും UK നിന്നൊക്കെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തി ഇപ്പോൾ പലപ്പോഴും പലർക്കും അറിയില്ല എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടോ. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ ഒരു ഘട്ടം വരെ എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ 13ാമത്തെ വയസ്സിൽ മമ്മി മരിച്ചതാണ്. അപ്പോൾ പിന്നീട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ട്, ആളൊരു സൈക്കോളജിസ്റ്റാണ്. ആളാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാത്തത് നീ നിൻ്റെ 13ാമത്തെ വയസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണെന്ന്. പക്ഷേ ഈ റിയലൈസേഷൻ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഒരാൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. പലപ്പോഴും ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കും? എനിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം എനിക്ക് കുഞ്ഞുണ്ടായത് കൊണ്ടുണ്ടായ പ്രശ്നമല്ല, എൻ്റെ 5ാമത്തെ വയസ്സിൽ എന്നെ ഒരാൾ അബ്യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇതൊക്കെ ഒരു വ്യക്തി തിരിച്ചറിയുക തിരിച്ചറിയുമ്പോഴാണല്ലോ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആവശ്യം വരുന്നത്. ഈ തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും? അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഇത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് അല്ലേ. ചിലപ്പം ചിലർ പറയത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിനോട് ദേഷ്യമാണ്, അവരോട് ദേഷ്യമാണ്, മക്കളോട് ദേഷ്യമാണ്. ശരിക്കും അതൊരു നമ്മുടെ ബോഡി നമുക്ക് തരുന്നൊരു സിഗ്നലാണ്, സംതിങ് ഈസ് റോങ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അറിയാൻ പറ്റും. എല്ലാ ഇമോഷൻസും ശരീരത്തിന് അറിയാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോടാണെങ്കിലും എല്ലാവരോടുള്ളൊരു റിക്വസ്റ്റ് അതാണ്, അങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് ഇതിങ്ങനെ തുടരെ നമുക്ക് അതൊരു പാറ്റേൺ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് എങ്കിൽ ബോഡി നിങ്ങളെ വാൺ ചെയ്യാണ്, നിങ്ങളെന്തോ റോങ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ ഒന്ന് സെറ്റ് ചെയ്യൂ, അതിനെന്ത് ഹെൽപ്പ് വേണമെങ്കിലും എടുക്കാം. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് ഈ പറഞ്ഞ എനിക്ക് നമ്മൾ അതുകൊണ്ടാണ് ഈ അവയർനെസ്സിലോട്ട് പോലും എത്തിക്കാറ്. നമുക്കത് ഒരാളെടുക്ക പറയാനായിട്ട് പേടിയാ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോങ് ആണ്, ഞാൻ മോശമാണ്. അവിടെ നമ്മൾ ഹെൽപ്പ് എടുക്കേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് എടുക്കുക. ആ ഹെൽപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു തുടക്കം. അവിടെ നമ്മളെന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരിലേക്ക് ആ സമയത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ആദ്യം ചെയ്യുന്ന കാര്യം, എന്തുകൊണ്ട് ഇപ്പം നമ്മുടെ ഉള്ളില് ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ അച്ഛനിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കാം, നമ്മുടെ ഉള്ളിൽ ഇവരോട് കിടക്കുന്നൊരു വല്ലാത്തൊരു പകയുണ്ട്. അതായത് എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്, ഞാൻ അന്ന് കുഞ്ഞുകുട്ടി ആയിരുന്നില്ല. ശരിക്കും ഇതുപോലുള്ള മുറിവുകളുണ്ടല്ലോ, നമ്മൾ എത്ര വളർന്നു കഴിഞ്ഞാലും നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള മുറിവുകൾ ഇങ്ങനെ കിടക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ വ്യക്തികളോട് ഭയങ്കരമായ വിദ്വേഷമായിരിക്കും, ഒരു പകയായിരിക്കും ഉണ്ടാകുക. അപ്പം നമ്മളിലേക്ക് വരുന്ന ആളുകൾ നമ്മൾ ആദ്യം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവെയർനെസ് ആണ്. അത് ഈ പക ശരിക്കും അവരുടെ ലൈഫിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ ഈ വിഷം നമ്മൾ കഴിച്ചിട്ട് വേറൊരാൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടാണ്. അത് വിഷം കഴിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഓരോ മൊമെന്റും ഇഞ്ചിഞ്ചായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി മരിക്കണം, അല്ലെങ്കിൽ അവരെന്തിനെന്നോട് ഇത് കാണിച്ചു, എന്തിനിത് കാണിച്ചു, ഈ ചോദ്യമായിട്ട് ഇതിങ്ങ് പേറി ഇങ്ങനെ നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഹീലിംഗിൻ്റെ ആദ്യ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോൾഡ് ആസ് ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞ പരിപാടി, മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി കൂടെ മാത്രമേ. അതെല്ലാം നമ്മൾ പറയും, ഞാൻ അവരുടെ മുന്നിൽ അങ്ങനെ ചെയ്ത് കാണിക്കും, ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കും. പക്ഷെ അത് എൻഡ് ഓഫ് ദി ഡേ നമ്മളത് കാണിച്ച് തോറ്റു പോകുന്നത് നമ്മളായിരിക്കും. പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച് ജീവിതകാലം മുഴുവൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുന്നിൽ. അവർ ഇങ്ങനെ കാണിച്ചതിൻ്റെ ഇതാണ്. നമുക്ക് അതിൽ കൂടെ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെയാണ്, നമ്മുടെ കുടുംബത്തെയാണ്. ഈ ഒരു ബോധ്യത്തിൽ നിന്നും നമ്മൾ തുടങ്ങി അതിൻ്റെ പല പ്രോസസ്സുകളിലൂടെ, അതായത് നമ്മൾ ഡീപ്പായിട്ട് പോയിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. അതായത് അവരുടെ കുട്ടിക്കാലത്തേക്ക് ചെന്ന് ആ കുഞ്ഞു കുട്ടിയുടെ ആ ഇന്നസെൻസിനെ തിരിച്ചു പിടിച്ച് അതിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഉണ്ട്. ഭയങ്കര അതെ ആ 3.5 വയസ്സുകാരി വിട്ടുപോയ 3 വയസ്സുകാരിയുടെ ചിരിയെ, കാരണം അവൾ അങ്ങനെ പേടിച്ചിരിക്കുകയല്ലേ, ഐ ആം നോട്ട് സേഫ്, ഐ ആം നോട്ട് പ്രൊട്ടക്റ്റഡ്, ഞാൻ സുരക്ഷിതല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആളുടെ അടുക്ക ചെന്ന് അവളെ ഇങ്ങനെ പിടിച്ച്, നീ സുരക്ഷിതയാണ്, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലെ കുഞ്ഞു കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുന്നൊരു പ്രോസസ്സുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടെ നമുക്ക്
തിരിച്ചു വരുന്നത് യഥാർത്ഥ നമ്മളായിരുന്നു. നമ്മളാ. ആ ചിരിക്കാനും കരയാനും ഒക്കെ മറന്നുപോയ, ആടാനും പാടാനും മറന്നുപോയ നമ്മളെ നമുക്ക് ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇന്നർ തിരിച്ചു ചൈൽഡ് കിട്ടും. ഹീലിംഗ് ഒക്കെ എടുക്കുമ്പോൾ, എൻ്റെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ എടുത്തപ്പോൾ നമ്മളിങ്ങനെ പടം വരയ്ക്കും. വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഞാൻ അന്ന് നിന്നത് അച്ഛൻ്റെ വീട്ടിൽ ആ മരത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റക്കായി അച്ഛനെ കണ്ട് മുകളിലേക്ക് നോക്കുന്ന ആ ഒരു കറക്റ്റ് ഇമേജാണ് ഞാൻ തന്നെ എന്നെ വരച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം നമ്മൾ വർഷങ്ങൾ പിന്നിട്ട് ഈ 30കളിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും 3.5 വയസ്സിൽ സ്റ്റക്കാണ്. പല പെൺകുട്ടികളുടെയും, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ അതാണ്. അവരുടെ ലൈഫിൽ ഏതൊരു സിറ്റുവേഷനിലാണോ അവർ ഏറ്റവും കൂടുതൽ സേഫ് അല്ല എന്ന് ഫീൽ ചെയ്തത്, അവരേറ്റവും കൂടുതൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നൊരു ഫീൽ വന്നത്, അവിടെ അവർ സ്റ്റക്കായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഫാമിലി, സ്വസ്തി ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുണ്ട്. അച്ഛൻ ആളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുകയാണെന്ന് അറിയാതെ വർഷങ്ങളോളം അതിന് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവള് വളരുന്നു, അച്ഛൻ കൂടെ തന്നെ ഉണ്ട്, പിന്നെ ആരോടും ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നാളുകൾക്കപ്പുറം സ്കൂളിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നപ്പോഴാണ് ഇത് ഫിസിക്കലി അച്ഛൻ അബ്യൂസ് ചെയ്യുവാണെന്നുള്ള തിരിച്ചറിവ് പോലും ആ കുഞ്ഞിനുണ്ടായി. അയ്യോടാ. ഓക്കെ, അതിനുശേഷം അവൾ അവളുടെ ലൈഫിലേക്ക് പോകുന്നു, വളരുന്നു, കല്യാണം കഴിക്കുന്നു. പക്ഷെ ഹസ്ബൻഡുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ആളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ഒരു തോട്ടും ഫിയറുമാണ്. അങ്ങനെ അവരുടെ ഒരു റിലേഷൻഷിപ്പ് തന്നെ സ്ട്രഗിൾ ആവുന്നു, പിന്നെ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുടെ ഹസ്ബൻഡ് സ്വന്തം അവരുടെ മകളെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയമാണ് അപ്പം കുഞ്ഞുമായിട്ട് ഹസ്ബൻഡ് പുറത്തു പോകാൻ സമ്മതിക്കത്തില്ല, അവരൊരുമിച്ചൊരു റൂമിലായിരിക്കാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും ഡൗട്ടും ഫിയറുമാണ്. അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്ന ഭക്ഷണമൊക്കെ വോമിറ്റ് ചെയ്യാണ്. ഹസ്ബൻഡ് ഇതൊന്നും ഷെയർ ചെയ്യാതെ ആളും ഇതെന്താ ഇവർ കാണിക്കുന്നത്, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം, മാനസിക പ്രശ്നമാണോ എന്നൊക്കെ അറിഞ്ഞിട്ട് കുറേ ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടാണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായ കാര്യം ഇന്നർ ചൈൽഡ് വൂണ്ടഡ് ആണെന്നും ആൾ അച്ഛനോട് ക്ഷമിച്ചിട്ടില്ലെന്നും. ഇപ്പോൾ അച്ഛൻ ഉണ്ട് കൂടെ, ആളോട് ക്ഷമിച്ച് അച്ഛനോട് ഫൊർഗീവ് ചെയ്തുകൊണ്ട് തിരിച്ച് ആ ലൈഫിലേക്ക് നടന്ന് കയറി നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. പിന്നെയും മുന്നോട്ട് പോകാനുള്ള ഞങ്ങളുടെ യഥാർത്ഥ ഊർജ്ജം അവരുടെ മുഖത്ത് വരുന്ന ചിരിയാണ്. കരയാൻ പോലും മറന്നുപോയിട്ട് കരയാൻ മരുന്ന് കഴിച്ചവരുണ്ട്. അതായത് ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നിന്നെ ഒരിടത്ത് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇമോഷൻസ് പോലും, അതായത് കരയുമ്പോൾ വാ പൊത്തി മിണ്ടരുത്, ശബ്ദിക്കരുത്, ഇവിടെ ശബ്ദം കേൾക്കരുത്, ഒരു പെണ്ണിൻ്റെ ശബ്ദം ഈ വീട്ടിൽ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്ത് വളർത്തിയ പാരൻസാണ്. അങ്ങനെ വലുതായി വരുമ്പോഴും ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതൊന്നും പുറത്ത് പറയാൻ പറ്റാതെ കരയുന്ന ശബ്ദം പോലും കേൾക്കാതാണ് ആൾ കരഞ്ഞിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആൾക്ക് കരയാൻ പറ്റുന്നില്ല. അങ്ങനെ മരുന്നെടുത്തിട്ടും കണ്ണ് നനയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഹീലിങ്ങിലേക്ക് വന്നത്. ഫസ്റ്റ് ഹീലിംഗ് എക്സ്പീരിയൻസ് തന്നെ ആൾ കണ്ണ് നിറഞ്ഞ് കരയാണ്. കരഞ്ഞിട്ട് അത്രയും അല്ലേ, ടീയേഴ്സ് ആർ ദ റിവേഴ്സ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒഴുകി പോകേണ്ടതൊക്കെ അങ്ങനെ ഒഴുകി പോകണം. അതിനുവേണ്ടി നമ്മൾ അനുവദിക്കുകയാണ് ആദ്യം നമ്മൾ സ്വസ്തിയിൽ ചെയ്യുന്ന വലിയൊരു കാര്യം. ഓക്കെ, അടിപൊളി. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, ഇപ്പം പാരൻറ്റിങ് ഭയങ്കര ഒരു പ്രശ്നമല്ലേ? നിങ്ങളിപ്പോൾ ഇത്രയും ആളുകളെ കാണുന്നുണ്ട്, 1000-ലധികം സ്ത്രീകളെ കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, അവർക്കൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അവരൊരു പുതിയ മനുഷ്യ സ്ത്രീയായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പം കുറേ നമ്മൾ സംസാരിച്ച പറഞ്ഞത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ട്രോമാസ്, വേണ്ടപ്പെട്ടൊരു നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്. പക്ഷേ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുട്ടിയൊക്കെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ബുദ്ധിമുട്ട് വന്നത്. ഈ പേരൻറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ പേരൻസാണ്, നമ്മളൊരു അടുത്തൊരു ജനറേഷൻ നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ നമുക്ക് എത്ര നന്നായിട്ട് പേരൻറ്റിങ് കൊടുത്ത് വളർത്താൻ സാധിക്കും? അതായത് ശരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ജനറേഷൻ അല്ലേ, അതാ ഞാൻ തുടക്കത്തിലേ പറയുന്നത്, അവരെ നമുക്കിനി അവിടെ നിന്നുണ്ടായ ഒരു കാര്യങ്ങളും നമുക്കിനി മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിനി നമ്മുടെ ജനറേഷനോട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മുറിവുകളെയും അഴുക്കുകളെയും എല്ലാം കഴുകി വൃത്തിയാക്കി കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പം നമ്മളിൽ പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്, അല്ലെങ്കിൽ അച്ഛൻ എന്നോട് അന്ന് ചെയ്ത കാര്യങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, അമ്മ ചെയ്ത കാര്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, എൻ്റെ ബന്ധുക്കൾ ചെയ്ത കാര്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അവരുടെ ലൈഫ് കഴിഞ്ഞ് ദേ ആർ ഓൾസോ വിക്ടിം. നമുക്ക് വി ഡോണ്ട് നോ ദെയർ സ്റ്റോറീസ് ഇല്ലേ, അവരെന്തൊക്കെ ട്രോമാസിൽ കൂടാണ് കടന്നുപോയത്, എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടാണ് ദേ ആർ ഓൾസോ വിക്ടിം. അവർ ഇരകളായിരുന്നിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാം. സോ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ. ബിക്കോസ് അവർ കാരണമാണ്, അവരാണ് ഇതുണ്ടാക്കിയത് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു ആർ ഓൾസോ എ വിക്ടിം.
നമുക്കും അതേ അവസ്ഥയിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ അമ്മായിമ്മ പോലെ എടുക്കുന്ന അമ്മായിമ്മമാരുണ്ടല്ലോ, അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ചെറുതാ എടുക്കുന്നുള്ളൂ, എന്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ ഇതിനേക്കാളും ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ശരിക്കും ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇത് തന്നെ തിരിച്ച് എടുത്ത് ഇതേ ട്രോമയും തന്നെ പേറിയിട്ട് നമുക്ക് ഇങ്ങനെ അടുത്ത ഉള്ളവർക്കും ഇതും കൊടുത്തിട്ട് ഇങ്ങനെ നടക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഹീൽ ദ വുമൺ ടു ഹീൽ ദ ഫാമിലി. എൻ്റെ വീട്ടിലെ വിളക്ക് ഞാനാകണം, അല്ലെങ്കിൽ ഈ വീട്ടിലെ ഒരു എന്താ പറയുക, നമ്മൾ പറയാറുണ്ട് ഒരു വീട്ടിലെ സുഗന്ധം പരത്തുന്ന പൂവ് ഞാനായി മാറണം. ആ ചുറ്റുമുള്ളവർക്ക് സുഗന്ധം കൊടുക്കുകയും കാണുമ്പോൾ എത്ര അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകണം. യെസ്, അതാണ് ശരിക്കും സ്വസ്തി എന്താ പറയുന്നത് ആഗ്രഹിക്കുന്നത്. സ്വസ്തിയുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് അതാണ്. അതിൽ കൂടെ നിങ്ങൾ ആകുന്നത് എന്താണ്? ഒരു ബെറ്റർ വുമൺ മാത്രമല്ല, അവിടെ കൂടെ നമ്മളൊരു ബെറ്റർ പേരൻറ്റും കൂടെ ആവുകയാണ്. നല്ലൊരു പേരൻറ്റും കൂടെ അവിടെ നമ്മൾ ആവുകയാണ്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ നമുക്കതിനെ ശരിക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാരൻ്റ് ഇപ്പം എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പം ആ കുഞ്ഞിനോടൊപ്പം ഞാൻ ആദ്യമായി അമ്മയാവുകയാണ്. അപ്പോൾ എനിക്കിതിന് പ്രയർ എക്സ്പീരിയൻസോ ഇതൊന്നും ഇല്ല. ഈ കുട്ടി അതുപോലെ നമ്മുടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വരുമ്പം ഹൗ ടു യൂസ് ദിസ് മെഷീൻ എന്നുള്ള സംഭവത്തിൽ കുട്ടികൾ ഒരു യൂസർ മാനുവലുമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് എടുത്താണ് കുഞ്ഞുങ്ങളോട്. ഇപ്പോൾ നമ്മൾ പറയും ആദ്യത്തെ കുട്ടി വന്നു, രണ്ടാമത്തെ കുട്ടി എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആളുടെ ഇമോഷണൽ പാറ്റേണും കാര്യങ്ങളും എല്ലാം വേറെയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ പാരൻസിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്താണോ ബെസ്റ്റായിട്ട് ആ മൊമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും അവരുടെ നോളജും എല്ലാം വെച്ചിട്ട് അവരവരുടെ ബെസ്റ്റാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പാരൻറ്റിങ്ങിൽ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കത് അത്രയും ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ഫോർഗീവ്നെസ് എടുത്തിട്ട് നമുക്ക് ഇനി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയും. നമ്മൾ ആ ഒരു ഫാമിലിയിലെ ആ ഒരു കൊണ്ടുവന്ന പാറ്റേണിനെ നമ്മളായിരിക്കണം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾ ഇപ്പോൾ 1000-ലധികം വുമൻസിനെ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരെ ഹീൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുതിയൊരു വ്യക്തിയായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഹൃദയത്തിൽ ടച്ച് ചെയ്തേക്കുന്ന ഒരു മൊമെൻ്റ് ഏതായിരിക്കും? ഓക്കെ, അങ്ങനെ ഒരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇടവ് എന്ന് പറഞ്ഞൊരു ഈവെന്റ് നടത്താറുണ്ട്. ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ കൂടാതെ ഒരു ക്യാമ്പ് മോഡൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടി വന്ന് പങ്കെടുത്തു. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളാണ്. പക്ഷേ അപ്പോൾ നമ്മൾ അതിനകത്തൊരു ഈ ഹഗ്ഗിങ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചേർത്ത് കെട്ടിപ്പിടിക്കും. അപ്പോൾ അവർക്ക് നന്നായിട്ട് കരയാനും ഒക്കെ പഠിച്ചു. അപ്പോൾ ഒരു അപരിചിതരായിട്ടുള്ള ഒരാളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. നമ്മളത് നോർമലി അത് ഇട്ടു. അത് കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യിപ്പിക്കും ആ ഒരു പ്രോസസ്സിൻ്റെ. അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം ഇതാണ്, ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് തോന്നുന്നൊരു 30കൾക്ക് മുകളിലുള്ള ഒരാളാണ്. പറഞ്ഞ കാര്യം തന്നെ, ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇതുപോലൊരു ഹഗ് എവിടെ നിന്നും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നൊരു കാര്യമാണ്. ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇടം, ഞാൻ അടുത്തത് പോകാനിരുന്ന ആ ഒരു മേഖല ഇടത്തിലേക്കാണ്. വിഷ്ണുവിനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ സ്വസ്തിയൊക്കെ തുടങ്ങി എഗെയിൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇടത്തെക്കുറിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് ആളുകൾ കരയുന്നു, ചിരിക്കുന്നു, കണ്ണ് കെട്ടി നിന്ന് അവരുടെ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നു. എന്താ ശരിക്കും ഇടം? ഇടം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ, സ്വസ്ഥമായിരിക്കാനൊരിടം. നമ്മൾ ചിലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഓടണമെന്ന് തോന്നത്തില്ല, എങ്ങോട്ടെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും ഒക്കെ വന്നു കഴിയുമ്പം അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരിടമാണ്. അതായത് വ്യവസ്ഥകളില്ലാതെ ആരുമല്ലാതെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ ഒരിടം. കുറച്ച് സമയം ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കുന്ന അപരിചിതരായുള്ള ആൾക്കാരാണ്. ചിലരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. അല്ലാതെ പുറത്തുനിന്നും ആൾക്കാർ വരാറുണ്ട്. ചുമ്മാ അപ്പം അന്ന് പറഞ്ഞതുപോലെ കേൾക്കാനും കേട്ടിരിക്കാനും ഓപ്പണായിട്ട് കരയാനും തുറന്ന് പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ഒക്കെയുള്ള ഒരു സ്ഥലം. 2-3 ദിവസത്തെ, നേരത്തെ നമ്മൾ 2 ദിവസത്തെ ഹീലിംഗ് ക്യാമ്പായിട്ടാണ് ഇനി പുതിയ സീസൺ വരുന്നത്. 3 ദിവസത്തെ, അതായത് അവർക്ക് സംസാരിച്ചും ചിരിച്ചും കരഞ്ഞും മതിയാവാതായിട്ട് നമ്മൾ 3 ദിവസത്തേക്ക് ആക്കുകയാണ്. അടുത്ത ഏപ്രിൽ 10, 11, 12 തീയതികളിൽ അടുത്ത ഇടം വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ സങ്കടങ്ങളെ ഇറക്കി വെക്കാനും പൊട്ടിച്ചിരിക്കാനും കരയാനും ഒക്കെയുള്ളൊരു സ്ഥലമാണത് അല്ലേ?
കാരണം അതിനോട് നമ്മൾ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കാനുള്ളൊരു അവസരം അവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ മെഡിറ്റേഷനുകൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കും ലവ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ. കാരണം ആ മലനിരകളിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് ശരിക്കും അവിടെ നിന്ന് കയറുന്ന ആളായിരിക്കത്തില്ല അവിടെ തിരിച്ച് ഇറങ്ങി വരുന്നത്. അതായത് അവിടെ നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ മലയിൽ നമ്മുടെ എല്ലാ സങ്കടവും വിഷമവും ഉപേക്ഷിച്ച് ആ കാറ്റിൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം പറത്തി നമുക്ക് തിരിച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് ഇറങ്ങി വരാം. അതാണ് ശരിക്കും ഞങ്ങൾ ഇടവന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവരുടെ തലയിൽ ഒരു കിരീടം വെച്ച് കൊടുക്കാറുണ്ട്. അതായത് നീ ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരാളല്ല, യു ആർ എ ഗോഡസ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുന്നത്. അതൊരിക്കലും അവരുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസാണ് നമ്മൾ, അതായത് വിസ്ഡവും ആ ഒരു ഐശ്വര്യവും ആ ഒരു സ്നേഹവും ആ ഒരു എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഒരു ദേവതയുടെ ഒരു എനർജിയിലാണ് നമ്മൾ അവരെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്. അതായത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള അവരോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾ തലയിലൊന്ന് തപ്പി നോക്കാൻ പറയും. നമ്മളിങ്ങനെ ഒരുപാട് ഡൗൺ ആയി പോകുമ്പോൾ യു ആർ നോട്ട് ജസ്റ്റ് ആൻ ഓർഡിനറി വുമൺ. ആ ഒരു കിരീടം, നമ്മൾ ഈ ഗോഡസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് റിലീജിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഉണ്ട്. ഗോഡസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒക്കെ ഉള്ളിലൊരു ഒരു ഡിവൈൻ പവർ ഉണ്ട്, ചില ഡിവൈൻ ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ മറന്നുപോയ കാര്യമായി. ഇപ്പോൾ ഈ പറഞ്ഞ ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് തന്നെ, പൊറുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ക്വാളിറ്റിയാണ്. സ്നേഹം എന്ന് പറയുന്നത് തന്നെ ഒരു ഡിവൈൻ. ഇതൊക്കെ നമ്മളിപ്പം ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യന് വേണ്ട ഒരു നോർമൽ ഇമോഷൻസ്. പക്ഷേ ഇത് നമുക്ക് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു. ശരിക്കും നമ്മളിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ആ കിരീടം ഓർമ്മിപ്പിക്കുന്ന അതാണ്. യു ആർ നോട്ട് ജസ്റ്റ് ആൻ ഓർഡിനറി വുമൺ, യു ആർ എ ഗോഡസ്. അപ്പം നമ്മളിങ്ങനെ അങ്ങനാണ് ഇങ്ങനാണ് പ്രശ്നമാണെന്ന് പറയും ആ മറന്നുപോയോ ഒന്ന് തലയിലൊന്ന് തപ്പി നോക്കിക്കുക, ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, ഒരു കിരീടം അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവർക്ക് ഇങ്ങനെ കൊടുക്കുക. ശരി, ഇടയ്ക്കൊരു പുഷ് കിട്ടും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി പോകുമ്പോൾ ഇടയ്ക്ക് കിട്ടുന്നൊരു പുഷുണ്ട്. ചിലപ്പോൾ ആ പുഷ് ആദ്യം ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഇപ്പം പലരും പറയും, ഓ അന്നൊക്കെ ഓപ്പോസിറ്റ് ഇരുന്നപ്പോൾ എനർജി കുറവായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല നെഗറ്റീവ്സ് നമ്മൾ കേൾക്കും. നമുക്ക് തന്നെ തോന്നും ഇതൊന്നും ശരിയാവുന്നില്ല, ഒന്നും ചെയ്തിട്ടങ്ങ് ശരിയാവും. അപ്പോൾ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടുന്നത്. ചിലപ്പോൾ പണ്ട് നമ്മുടെ കൂടെ പഠിച്ചൊരു കുട്ടിയായിരിക്കാം, എടീ നീ ഇത്രയും, അയ്യോ നീ ഇത്ര കാര്യങ്ങൾ ചെയ്യണ്ടോ. ആ ഒരു അപ്രിസിയേഷനിൽ നമ്മൾ 2 മാസം ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഭയങ്കര എനർജിയാണ്. മറ്റേ പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ഒരു എനർജിയാണ്. അതിനകത്ത് ഒരു കാര്യമാണ്, ഈ ശരിക്കും നമ്മളിലേക്ക് വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു ഒരു കാര്യമുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ആരും അപ്രിഷ്യേറ്റ് ചെയ്യുക, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആരും ചിലപ്പോൾ ഹസ്ബൻഡ് കാണത്തില്ല, മക്കൾ കാണുന്നുണ്ടായിരിക്കത്തില്ല, അച്ഛൻ കാണുന്നുണ്ടായിരിക്കത്തില്ല, അമ്മ കാണുന്നുണ്ടായിരിക്കത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്, നീ നന്നായിട്ട് ഒരുങ്ങിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ ചെല്ലുക, എന്നിട്ട് പറയുക ഇത് അടിപൊളിയാണ് നീ. എന്നുവെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈവ് ഉണ്ട്. കാരണം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ചിലപ്പോൾ അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുമ്പോഴും ആള് ചിലപ്പോൾ വേറൊരു ടെൻഷനിലാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തില്ല, ഇത് മൈൻഡ് നമുക്ക് പറ്റത്തില്ല. അപ്പം ശരിക്കും അത് നമ്മൾ എത്രത്തോളം സീക്ക് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഡെസ്പറേറ്റ് ആകുക. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ട് ആ കണ്ണാടിയുടെ മുന്നിൽ നിന്റെ ആ കിരീടം നോക്കി നീ ഒരുങ്ങി നിന്നിട്ട് ആ കണ്ണ് നോക്കി, നീ എന്ത് അടിപൊളിയാ, നീ എന്ത് സൂപ്പർ ആടി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു, മറ്റേതൊക്കെ ബോണസാണ്. ബാക്കിയുള്ളവർ വന്ന് പറയുന്നതും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും എല്ലാം ബോണസാണ്. പക്ഷെ ഇത് ഉള്ളിൽ നിന്ന് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫ് ലോങ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ലെവലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതിന് മുമ്പ് ചോദിച്ചില്ലേ, ഹീലിംഗ് ഒരാൾ നമ്മളിലേക്ക് വരുമ്പോൾ, വിഷമമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അവരെ അറിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞതുപോലെ അവരെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. അപ്പോൾ അത് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷെ നിന്നെ പോലെ എന്നുള്ള ആ ഒരു വേർഡിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ സ്വയമായിട്ട് നമ്മളെപ്പറ്റി എന്തെങ്കിലും 2 വാക്ക് നല്ലത് പറഞ്ഞ് അത് സ്വയം പുകഴ്ത്തലായി മാറുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അത് സെൽഫ് ലവ്, ഒരു മുടിനാരിയുടെ വ്യത്യാസമുള്ളൂ രണ്ടും കൂടെ. ആ സെൽഫ് ലവും ആ സെൽഫ് ആയിട്ട് നമ്മളെ പൊങ്ങച്ചം പറയുന്നത് തമ്മിൽ രണ്ടും 2 കാര്യമാണ്. പക്ഷെ ആ സെൽഫ് ലവിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ നിറവുണ്ടാകുന്നത്. നമ്മുടെ ചുറ്റും ഇരിക്കുന്ന മനുഷ്യരോടെല്ലാം നമ്മൾ യാചകരെ പോലെ എന്നെ സ്നേഹിക്കുക, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, എന്നെ അത് ചെയ്യുക, അതൊന്നുമല്ല.
അവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. കുറേ മുറിവുകളുടെ മുമ്പിൽ പുറത്ത് ഉടുപ്പിട്ട് നടക്കുന്നവരവരൊക്കെ, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉൾവശം നമ്മൾ തന്നെ നിറയ്ക്കുക. ആ സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ നിറയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ ആര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് ഒത്തിരി മനസ്സ് തുറന്ന് മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാനും അവരെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റും. അതാണ് നമ്മൾ ആ സെൽഫ് ഹീലിംഗ് പ്രോസസ്സിൽ മേ ബി ഈ ഒരു വീഡിയോ ഞാൻ അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മാസത്തിൽ ഒരു 2 പേരെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പുറത്തുനിന്ന് സങ്കടവും പറയാതെ പെട്ടെന്ന് ഒരു നിമിഷം ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അമ്മയും മകളും കൂടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ നവവധു ആത്മഹത്യ ചെയ്തു എന്നങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കുന്ന കുറേ പേര് കണ്ടാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രോമേനെ മാറ്റി അവർക്കൊരു പുതു ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. മേ ബി ആ റിലേഷൻഷിപ്പ് തന്നെ നന്നായിട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. ഇതിനോടകം നിങ്ങളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് തോട്ട്, അല്ലെങ്കിൽ അത് ബേസിക്കലി നെഗറ്റീവാണ്. എന്നിരുന്നാൽ കൂടി എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്ന 40കൾക്ക് ശേഷമാണ് നമ്മൾ പുതിയ ബന്ധങ്ങൾ തേടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പേരുടെ ഇന്നർ ചൈൽഡിനെ കണ്ടിട്ടുണ്ട്, ഇന്നർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ റിലേഷൻസ് കൂടുതൽ കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവള് എപ്പോഴും ഓൾവേസ് അവൾ തേടുന്നത് അവിടെ അച്ഛനെയാണ്. അവിടെ ഉള്ളിലൊരു 4 വയസ്സുകാരിയുണ്ട്. അതായത് നമ്മളിങ്ങനെ നമ്മൾ പറയുന്ന അവൾ നാഗവല്ലി ആകുന്നതെന്നൊക്കെ പറയും അല്ലേ. അവൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കണ്ണി തോന്നുന്നതെല്ലാം എടുത്ത് പറയും, അവൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പുരുഷന്മാർ ചെയ്യുന്നത് ഈ ദേഷ്യം വരുമ്പോഴത്തേനും ഒന്നെങ്കിൽ അവിടുന്ന് ഓടി മാറും, എസ്കേപ്പ് ആവും, എൻ്റെ ദൈവമേ അവൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തിരിച്ചടിക്കും, അതുപോലെ നമ്മൾ കൗണ്ടർ അടിച്ച് ദേഷ്യപ്പെട്ട്, ഇത് രണ്ടാണെങ്കിലും പ്രശ്നം തന്നെ. പക്ഷെ ശരിക്കും അവൾ തേടുന്നത് അവിടെ അച്ഛനെയാണ്. അത് എല്ലാ റിലേഷൻഷിപ്പിലും നോക്കിക്കഴിഞ്ഞാൽ മതി. അതായത് അവൾക്ക് വേണ്ടത് ഒരു സേഫ്റ്റിയാണ്, നമുക്ക് വേണ്ടത് ഒരു പ്രൊട്ടക്ഷനാണ്. പുരുഷനിൽ അവൾ തേടുന്നത് പലപ്പോഴും അതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പുരുഷന്മാർക്കത് ചില സാഹചര്യങ്ങളിൽ അത് പറ്റത്തുമില്ല. അത് പുരുഷൻ്റെ വേറൊരു കാരണം അവരിങ്ങനെ ചാടി വരുന്ന സമയത്ത് ദൈവമേ വരുവാണെന്ന് പറഞ്ഞ് അവർ പേടിച്ചു പോയിട്ട് ഓടിപ്പോകുന്നവ. ഇനി കൂടുതൽ നമ്മൾ സംസാരിച്ച് വഴക്കുണ്ടാകും. പക്ഷെ അതനുസരിച്ച് അവിടെ ഉള്ളിൽ കിടക്കുന്ന ഈ പറഞ്ഞ ഇന്നർ ചൈൽഡ് അങ്ങനെ ഇതാക്കിക്കൊണ്ടേയിരിക്കുക. ശരിക്കും ഈ മൊമെന്റിൽ അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം 4 വയസ്സുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കിടന്ന് ഒച്ച വെക്കും, നമ്മൾ ബഹളം വെക്കും. പക്ഷെ അച്ഛൻ ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എടുക്കും, ചേർത്ത് പിടിക്കും, ഉമ്മ വെക്കും, ഇതാണ് ചെയ്യുന്നത്. അതോടുകൂടി അവൾ ഓക്കെ ആയി. അവൾക്ക് ആ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഇടം അവിടെ കിട്ടി. അവൾക്ക് അതാ വേണ്ടത്. ഇത് തന്നെയാണ് അവൾ 30 വയസ്സിലും അവിടെ 40കളിലും. 4 വയസ്സുകാരി 40 വയസ്സിലും ഒന്നുമില്ല, അവൾ അതാകുന്നത്. പലപ്പോഴും ഇത് കിട്ടാത്ത സമയത്താണ് ഇവള് ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടുക, അന്വേഷിച്ചിറങ്ങാണ്. ഇന്ന് ശരിക്കും അതിനുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇതും തേടിയാണ് അവൾ നടക്കുന്നത്. പലപ്പോഴും റോങ് ആയിട്ടുള്ള പ്ലേസിലാണ്. അവൾക്ക് വേണ്ട ആ സേഫ്റ്റി, അവൾക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ, ഇതിനു വേണ്ടി അവൾ ഈ സോഷ്യൽ മീഡിയ തോന്നും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പലപ്പോഴും അത് ചതിക്കുഴികളിൽ അവർ ചെന്ന് വീഴാറുമുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ സജിത പറഞ്ഞത് കൂട്ട്, ഇതൊന്നും പുറമേ അല്ല, ഇതൊക്കെ നമ്മുടെ വെളിയിലല്ല, ഇത് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ഒരു തിരിച്ചറിവോടുകൂടി ശരിക്കും ഹീലിങ്ങിൻ്റെ എൻഡ് അതാണ്. അതായത് ഐ വാണ്ട് ലവ്, ഐ വോണ്ട് പീസ്, ഐ വോണ്ട് അപ്രിസിയേഷൻ എന്ന ഇടത്തിൽ നിന്നും ഐ ആം ലവ്, ഐ ആം പീസ് എന്ന അവസ്ഥയിൽ യെസ് എനിക്കും എന്നെ ചേർത്ത് പിടിക്കാൻ പറ്റും, എനിക്കും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നും എനിക്ക് പ്രൂവ് ചെയ്യണ്ട, ഐ ആം വാല്യുബിൾ എന്ന് പറയുന്നതിന് യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമ്മുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു മൊമെൻറ്റ്, അതിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരു പ്രോസസ്സിൽ കൂടെ കൃത്യമായിട്ട് കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നൊരു ഇടം എന്ന് പറയുന്നത് അവിടാണ്. അവിടെ നമ്മളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആരും നമ്മളെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, എനിക്കറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോ സ്ത്രീകളെയും ഓരോ വ്യക്തികളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹീലിംഗിൻ്റെ എൻഡിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി സെൽഫ് ഹഗ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഹഗ് എന്ന് പറഞ്ഞാൽ പണ്ട് അമ്മ എപ്പോഴോ സ്പർശിച്ചതായിരിക്കാം കുഞ്ഞുനാളിൽ, അതിനുശേഷം അവളെ കൈകൊണ്ട് ചേർത്ത് പിടിക്കാൻ ഒരാൾ പോലും അവളെ സ്പർശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സെൽഫ് ഹഗ് ചെയ്യുന്ന സമയത്താണ്
അവർ കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകുന്നത്. അതായത് ഞാൻ പുറത്ത് അന്വേഷിച്ച് നടന്ന സ്നേഹവും പുറത്ത് അന്വേഷിച്ച് നടന്ന സമാധാനവും അംഗീകാരവും ഒക്കെ ഇപ്പം എൻ്റെ 2 കൈകൾക്കുള്ളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് അവളുടെ ഹീലിംഗ് ജേർണി ശരിക്കും എൻഡ് ചെയ്യുന്നത്. ഓ അടിപൊളി. കണക്ട് വിത്ത് യുവർ സെൽഫ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നമ്മളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക, ആ ആളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരിക. അതായത് നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ യഥാർത്ഥ നമ്മളുണ്ട്. അവളോട് ക്ഷമ പറഞ്ഞുകൊണ്ട്, അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അവളെ കൂടെ ഞാനുണ്ടെന്നും നീ സേഫ് ആണെന്നും നീ സ്നേഹിക്കപ്പെടുമെന്നും ഒക്കെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചത് ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു യാത്രയിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു മനോഹരമാകുന്നത്. ബാക്കി നമ്മളിപ്പം ഒരുപാട് കണ്ടിട്ടില്ലേ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ശരിക്കും പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ പോലെ ഇതിന്റെ ഒരു പുറമേയുള്ള സർഫസ് ലെവലിലുള്ള കാര്യം മാത്രമാണ്. നമുക്ക് ശരിക്കും മാനിഫെസ്റ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ വർക്ക് ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹീൽ ചെയ്യുക, നമ്മളെ ക്ലെൻസ് ചെയ്യുക, നമ്മളെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ആ ക്ലിയറിങ് നടക്കാതെ ലോകത്തിലെ ഒരു ടെക്നിക്കും ഒരു പ്രോസസ്സും. നമ്മളിപ്പോൾ നെല്ലൊക്കെ വിതയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഫീൽഡിൽ കള പറിച്ച് കളയാറുണ്ട് ഇല്ല? ആ കള പറിച്ചതിന് ശേഷമാണ് നമ്മൾ പുതിയ സീഡ് ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഹോപ്പലോപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവീസുകൾക്ക് ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ട്രെൻഡ് ആവുന്നതിനോടൊപ്പം തന്നെ ഇത് ഒരുപാട് കാലം ആളുകൾക്ക് അറിയണ്ടായിരുന്നില്ല. ഈ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവുക അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ഞാനൊരു സൈക്കോളജി പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ച് മാറി നിന്ന കാലഘട്ടത്തിൽ നിന്നാണ് ആളുകൾ ഇത്തരത്തിൽ സ്വയം തിരിച്ചറിയാൻ ആ ഒരു സ്വയം തിരിച്ചറിയുക എന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് അറിഞ്ഞ് എത്തുന്നത്. പക്ഷെ അവിടെ ഇത്തരത്തിൽ കുറേ മറ്റേ നമ്മൾ പറയട്ടെ മുറി വൈദ്യന്മാർ അല്ലെങ്കിൽ വ്യാജ വൈദ്യന്മാരെന്നൊക്കെ ഡോക്ടർമാരെന്നൊക്കെ പറയുന്നത് പോലെ ഇതറിയാത്ത കുറേ ആളുകളും ഇതിൻ്റെ ഒരു സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതൊരു ബിസിനസ് മോഡലാക്കി ഒരുപാട് പേരെ പറ്റിക്കുന്നുണ്ട്. അങ്ങനത്തെ ചതിക്കുഴിയിൽ പെട്ടിട്ട് ഇത് തെറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളും ഉണ്ട്. ശരിക്കും ഇതിനൊരു സയന്റിഫിക് മെത്തേഡ് ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ട് നമ്മളിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോ ഓഫ് എനർജിയാണ്. ശരിക്കും നമുക്കറിയാലോ ലോകത്തിലെല്ലാം എനർജിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ പറഞ്ഞ കൂട്ടൊരു എനർജി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ എനർജി വളരെ ലോ എനർജി അല്ലെങ്കിൽ അതിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെയും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പറയത്തില്ല ഈ കഷ്ടകാലം എന്ന് പറയുന്ന ആളുകൾ അവരെന്നും ലോകത്ത് കഷ്ടകാലം അവർ മാറുന്നില്ല. അവരുടെ കഷ്ടകാലം എന്നും അതിനകത്ത് അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസാനം വരെ അങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് ലോ ഓഫ് എനർജിയാണ്. അതായത് സമാനമായിട്ടുള്ള എനർജികളെല്ലാം ഇപ്പോഴും അട്രാക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എനർജിയെ, നമ്മുടെ ഫീലിങ്ങിനെ, നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് നേരത്തെ ഈ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു, ഫൊർഗീവ്നെസ് കൊടുക്കുന്നു. ഈ പ്രോസസ്സിലൂടെ ഇത് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നേരിടുന്ന തട്ടിപ്പുകൾ ഇതിനെ വെറും കോഴ്സുകളാക്കി, അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ചിലർക്ക് കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ഇത്ര 1,00,000 രൂപ കിട്ടാൻ ഈ ടെക്നിക്ക് ചെയ്യൂ, ആ ടെക്നിക്ക് ചെയ്യൂ, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വിശ്വസിച്ചിട്ട് ഒരേ ആളുകൾ പോകുന്നുണ്ട്. അത് എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ടെക്നിക്ക് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസിനെ, ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാൾ ഇതിനെ ഒന്നും ഹീൽ ചെയ്യാതെ എന്തോ ഒരു ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒന്നും സംഭവിക്കത്തില്ല. ഇന്നലെ ഏതോ ഒരു കോഴ്സ് വിൽക്കുന്ന, ഞാൻ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ, ഒരു കോഴ്സ് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ക്യാപ്ഷൻ, ഒരു തംബ്നെയിലാണ് ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. ഈ 5 കാര്യങ്ങൾ വായിച്ച് ഞാൻ ചിരിച്ചിരിച്ച് മടുത്തു. എന്തായിരുന്നു? നിങ്ങൾ നാളെ നിങ്ങൾ മറ്റേ ചന്ദ്രനിൽ എത്തുന്നത് സ്വപ്നം കാണണം, അപ്പൊ നിങ്ങൾക്ക് വേറെ എവിടെ ഒരു പർട്ടിക്കുലർ ഇന്ന സ്ഥലത്തെങ്കിലും എത്താൻ പറ്റും. നിങ്ങൾ നാളെ BMW വാങ്ങുന്നത് സ്വപ്നം കാണണം. അപ്പൊ ഞാൻ ചിന്തിച്ചു, BMW വാങ്ങുന്നത് സ്വപ്നം കണ്ടാ വാങ്ങാൻ പറ്റുമായിരിക്കുമോ? ഇതിന് പണിയെടുക്കണ്ടേ, കാശ് ഉണ്ടാക്കണ്ടേ? അതാണ് കാരണം. ഇതിൻ്റെ അകത്തുള്ളൊരു സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മുറിവുകളെ, ഇൻസെക്യൂരിറ്റീസിന് ഒരു പ്രോസസ്സ്. കാരണം ഹീലിംഗ് ഈസ് നോട്ട് എ വൺ ടൈം ഈവൻ, ഇറ്റ്സ് എ പ്രോസസ്സ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു എനർജി നമുക്ക് കിട്ടും. കാരണം ഇമോഷൻസ് ഫസ്റ്റ് ആൻഡ് ആക്ഷൻ ലേറ്റർ എന്നല്ലേ. കാരണം നമ്മളിപ്പോൾ ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളൊരു എനർജി നമുക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ ഇമോഷൻ ലെവലിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് ലെവലിൽ നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഊർജ്ജം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം.
നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കും ഇല്ലേ? രാവിലെ എണീക്കുമ്പോഴത്തേന് ആദ്യം ചെയ്യുന്ന കാര്യം നമ്മൾ ഫോൺ എടുക്കും, എന്തെങ്കിലും നോക്കും, എന്തൊക്കെയാണ് മെസ്സേജ്. നമ്മൾ രാവിലെ തന്നെ ഒരു ഡെസ്പറേറ്റ് ആയിട്ടായിരിക്കും പറയുക, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ ചെയ്യണം, അയ്യോ അത് ചെയ്യണമല്ലോ, അത് ചെയ്യണമല്ലോ, അവിടെ പോകണമല്ലോ, ഇവിടെ പോകണമല്ലോ, ഇങ്ങനെ ആയിരിക്കും എണീക്കുന്നത്. ശരിക്കും എൻ്റെ ഡേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഡെസ്പറേറ്റ് എനർജിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. വേവലാതി നമുക്കുണ്ട്. എന്നാൽ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ട് ഒരു 10 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നന്ദി, ഹൃദയത്തിൽ നിന്നും. ഒന്നാമത്തെ കാര്യം ഇതാകാം, എനിക്കിന്ന് എണീക്കാൻ പറ്റി. ഇതിന് എന്തൊരു വലിയ ബ്ലെസ്സിങ്ങാ ഇല്ലേ? എന്നെ ചിലപ്പം സജിത വിളിച്ചിട്ടായിരിക്കും എണീച്ച, അലാം വെച്ചായിരിക്കും, പക്ഷെ ഞാൻ എണ്ണീറ്റില്ലോ. ഏതോ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എനിക്ക് അറിയാത്തൊരു ശക്തിയോ എന്തെന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം, പക്ഷെ എനിക്ക് എണീക്കാൻ പറ്റിയല്ലോ. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ. ഇന്നത്തെ ദിവസം കാണാത്ത എത്ര മനുഷ്യരുണ്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ. അടുത്തത് എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു. ഈ എയർ ഇവിടെ ഉള്ളത് കൊണ്ടും എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിന്ന് ജീവിക്കുന്നത്. ഞാൻ കിടക്കുന്ന കട്ടിലിന് നന്ദി പറയാം. നമ്മളിതൊന്നും ആലോചിക്കാറില്ല. ലൈറ്റിന് നന്ദി പറയാം. ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടാകും, അവിടെ കുക്ക് ചെയ്ത് നിൽക്കുന്ന ആളവിടെ ഉണ്ടാകും, നന്ദി പറയുക. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനൊരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റയർ ഡേ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസിനും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. സോ ശരിക്കും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോഴ്സുകളോ കാര്യങ്ങളോ ഒക്കെ അപ്പുറം ഒരു ഹാബിറ്റ്, അതായത് നമ്മുടെ ഇമോഷൻസിനെ ക്ലെൻസ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഉള്ള ഒരു ഹാബിറ്റോട് കൂടി നമ്മൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ്. ശരിക്കും ഞങ്ങളുടെ സ്വസ്തിയിൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം, അതൊരു കോഴ്സല്ല, ലൈഫ് ടൈം നമ്മളോടൊപ്പം നിൽക്കാനുള്ള സ്വസ്തിയുടെ മെമ്പറാണ്. അവിടെ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, 5 AM ക്ലബ്ബ്. അതായത് രാവിലെ 5 മണിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള, ഞങ്ങൾ മാത്രമല്ല എല്ലാവരും എണീറ്റിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ഒരു ബുക്കും പേനയും എടുത്തിട്ട് 10 കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അത് ഞങ്ങളും എഴുതും. നിങ്ങൾ എഴുതിക്കോ എന്ന് പറയില്ല. ഞങ്ങൾ അവരുടെ മുന്നിൽ പേനയും പേപ്പറും എടുത്ത് വെച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഒരു കുഞ്ഞു മിറർ നമ്മുടെ കമ്മ്യൂണിറ്റി ഇടുന്ന എല്ലാവരും മേടിക്കണമെന്ന് പറയും. പക്ഷേ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന മിറർ അല്ലാതെ ചെറിയ മിറർ കിട്ടും, നോക്കാൻ പറ്റും. ആ മിററിൽ നോക്കും, കണ്ണി നോക്കും. എല്ലാവരോടും ചെയ്യുന്ന കാര്യമാണ്. കണ്ണി നോക്കിയിട്ട് പറയും ഐ ലവ് യു. അത് നമ്മളോടില്ലേ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളോട് ലവ് യു പറയുമായിരിക്കാം, അല്ലെങ്കിൽ വൈഫിനോട് ലവ് യു പറയുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ നമ്മൾ ലവ് യു പറയാത്ത ഒരാള് പറയാറുണ്ടോ? അപ്പോൾ പക്ഷെ നമ്മൾ ലവ് യു പറയാത്ത ഒരാൾ നമ്മളോടാണ്. പക്ഷെ ഒന്ന് പറഞ്ഞു നോക്കിയോ, അതിൻ്റെ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഡീപ്പ് ഇമ്പാക്റ്റ് ഉണ്ട്. മിറർ മാജിക് എന്നാ പറയാ. നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ പറയണം ഐ ലവ് യു ആൻഡ് ഐ ആം വിത്ത് യു. ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ ചില പ്രാക്ടീസുകൾ ചെയ്തിട്ടാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത്. ശരിക്കും അത് ആ അരമണിക്കൂർ അവരുടെ ഒരു ദിവസം മുഴുവൻ ആ എനർജി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടക്കാൻ പറ്റും. ശരി, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിച്ച് അതിനകത്ത് കുറച്ച് പൈസ മേടിച്ചിട്ട് നിങ്ങൾ പൊക്കോ, ഈ മാനിഫെസ്റ്റേഷൻ അല്ല. ലൈഫ് ലോങ് അവരോടൊപ്പമായിരുന്ന് അവരെ ക്ലെൻസ് ചെയ്ത് അവരെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ പ്ലാറ്റിനം, ഇപ്പം നിങ്ങളൊരു പ്ലാറ്റിനം ക്ലബ്ബ് ഉണ്ട്, പിന്നെ ഇടത്തിൻ്റെ കാര്യം പറഞ്ഞു, വേറെ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ശരിക്കും ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള മെമ്പർഷിപ്പാണ്. ഏറ്റവും അടിസ്ഥാനം മുതൽ, അതായത് ലെവൽ 1 ഉണ്ട്. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് കോഴ്സാണ്. കാരണം ഇത് പലർക്കും ഇത് അറിയാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഒരു ലെവലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരാളെടുക്കെ നിങ്ങൾ ഹീൽ ചെയ്യൂ, നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ബേസ് ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങും. അതിനുശേഷം നമ്മുടെ ലെവൽ 2ലാണ് ഹോ ഒപ്പനോപ്പനോ എന്ന് പറയുന്ന ഡിവൈൻ ഫെമിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സ്ത്രീത്വത്തിനെ കൊണ്ടുവരും. അതുപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആദ്യം ലെവൽ 1 വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ പേര്, ഇപ്പൊ അന്നയാണെങ്കിൽ അന്ന വെറും അന്ന അല്ല, ഗോഡസ് അന്ന, അങ്ങനെയാണ് വിളിക്കുന്നത്. അത് ഗോഡസ് അന്ന. അവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം യു ആർ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പം തന്നെ അവർക്ക് ഫീൽ ചെയ്യാണ്. പിന്നെ ആ ഗോഡസും ആ കിരീടവും നമ്മൾ ഊരാനായിട്ട് എന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. ലെവൽ 2ലാണ് നമ്മുടെ ഹാപ്പി സോൾ ഫാമിലി. അവിടെയാണ് നമ്മൾ ഈ ക്ലെൻസിങ്, ഹീലിംഗ്, അഡ്വാൻസ് ഹീലിംഗ് നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം 1 മന്തിലേക്കാണ് അവരെ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് മനസ്സിലാകും 1 മന്ത് വന്നു കഴിയുമ്പോൾ എൻ്റെ ലൈഫിൽ എത്രയോ മാറ്റങ്ങളുണ്ട്, ഇനിയും എനിക്ക് സ്വസ്തിയോടൊപ്പം മുന്നോട്ട് പോയി എൻ്റെ ലൈഫ് മാജിക്കലി ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ്. ഞങ്ങൾ മാത്രമല്ല ഇതിനകത്തിലെ ആൾ,
ശരിക്കും സ്വസ്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യും, അവരെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു മാജിക്കൽ ഈ ഫീലിംഗ് തന്നെയാണ്. ശരിക്കും ഈ പെണ്ണുങ്ങള് നമ്മള് നാടൻ ഭാഷയിൽ പറയത്തില്ലേ, ഭയങ്കര കുശുമ്പുണ്ടാകും ഒരാളെ രക്ഷപ്പെടുന്ന കാണുമ്പോഴത്തേക്ക് പരദൂഷണം പറഞ്ഞു. ശരിക്കും എനിക്കറിയാം അതൊരു എനർജിയുടെ ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം, അവിടെ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവിടെ ഒരാൾ മറ്റൊരാൾക്ക് ഒരു നല്ലത് വന്നു കഴിഞ്ഞാൽ അവരതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ബ്ലസ് ചെയ്യും. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞു വിട്ട് ചിലപ്പോൾ ഒരാൾക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരാളെ ആയിരിക്കും ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും വിളിക്കുന്നത്. അവർ ഓപ്പണായിട്ട് ശരിക്കും പലരും പറയാറുണ്ട്, അവിടെ വന്നതിന് ശേഷം എനിക്ക് അമ്മയെ തിരിച്ചു കിട്ടി, ചേച്ചിയെ കിട്ടി, അനിയത്തിയെ കിട്ടി, അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ അവരുടെ മക്കളുടെ പേര്, ഹസ്ബൻഡിന്റെ പേര് എല്ലാം അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അവരിപ്പോ ഒരാൾക്ക് വയ്യെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു, ഇന്നൊരാൾക്ക് വയ്യ, നമ്മൾ പ്രാർത്ഥന, നമ്മൾ ഹോപ്പ് നോക്കുന്നു ചെയ്യണം. അപ്പൊ അവര് ബാക്കി എല്ലാവരും അത് എടുക്കുകയാണ്. ഇപ്പൊ UK ഉള്ള ആൾക്കാരൊക്കെ PR-നൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയും സ്വസ്തി എന്നൊരു ആപ്ലിക്കേഷൻ വന്ന ദൈവം ഇട്ടങ്ങ് വിടത്തേ ഉള്ളൂ, നോക്കത്ത് പോലും ഇല്ല എന്ന് പറയും. നിങ്ങള് വളരെ മനോഹരമായൊരു പ്രണയവിവാഹമായിരുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു 50 ലക്ഷം രൂപ കടം, ഒരുപാട് പ്രശ്നങ്ങൾ, കോവിഡ്, ഇവിടെ നിന്നാണ് നിങ്ങളിത് തിരിച്ചറിയുന്നത്, നിങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്, നമ്മളെപ്പോഴും പറയില്ല നമ്മളാണ് മറ്റുള്ളവരെ മാതൃക എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്താണ്? ഏറ്റവും മനോഹരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീലിംഗ് ഞാൻ തുടങ്ങുന്നത് എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു സമയത്താണ്. അതായത് ഡെലിവറി കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടമാണോ, കടബാധ്യത, കോവിഡ്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിടയിൽ എന്നെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ പ്രണയത്തെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ശരിക്കും ഹീലിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നൊരു സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രണയത്തെ തിരിച്ചു കിട്ടിയെന്നാണ്. ഞങ്ങളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും, ഇവൻ അമ്മയോടുള്ള, ഞങ്ങളുടെ മക്കളോടുള്ള, സിബ്ലിങ്സിനോടുള്ള ഒരു കുടുംബം. അത് ഇടത്തിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ഫാമിലി മുഴുവനായിട്ടാണ് ഇടത്തിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ അവരും കൂടെ ഈ ഒരു ജേർണിയിൽ മനോഹരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ശരിക്കും പണത്തിനെക്കാട്ടിലും പ്രശസ്തിയെക്കാട്ടിലും ഒക്കെ ഉപരി നമ്മൾ ഫീൽ ചെയ്യുന്നൊരു സന്തോഷവും സമാധാനവും ഒരു ചേർന്നിരിപ്പുമുണ്ട്. അതാണ് ലൈഫിലെ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് വെച്ച് എന്ത് പറയും? കാരണം ഒത്തിരി നാളൊന്നും ആയിട്ടില്ല 50 ലക്ഷം രൂപയുടെ കടം വന്നിട്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നൽ വന്നിട്ട്, തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിന്നിട്ട് ഒത്തിരി നാളായിട്ടില്ല. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളും മാറി, നിങ്ങളുടെ ലൈഫും മാറി, നിങ്ങൾ വഴി ഒരുപാട് പേരുടെ ലൈഫ് മാറ്റാനും സാധിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? പ്രൗഡ് മൊമെന്റ് ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാൾ നമ്മളെടുക്ക ഷെയർ ചെയ്തൊരു കാര്യമാണ്. കാരണം ആള് ജീവിതത്തിൽ ഒരു വിഷക്കുപ്പി മേടിച്ചിട്ട് ഇത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് എന്നുള്ള തീരുമാനം എടുത്തു. കാരണം ആളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂ ആണ്, 2 മക്കളുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരു ചെറിയൊരു ഷോപ്പിൽ ഒരു ചെറിയ ജോലി ആണ് ചെയ്യുന്നത്, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യാത്തൊരു സ്റ്റേജ്. ഇത് മേടിച്ച് വെച്ച് തീരുമാനം എടുത്തിട്ടാണ് എങ്ങനെയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇത് കണ്ട് അങ്കിൽ പിന്നെ ഇതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്യാം എന്നും പറഞ്ഞിട്ട് എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് കയറി വന്ന ശേഷം എന്തോ ഒരു വോയിസോ എന്തോ അയച്ചു. ഞങ്ങൾ അതിന് റിപ്ലൈയും കൊടുത്തു. നമ്മളത് നോർമലി റിപ്ലൈ ചെയ്യുന്ന പോലെ റിപ്ലൈ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനത് ആ രാത്രി തീരുമാനിച്ച് വെച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വോയിസ് കേട്ടതിന് ശേഷം ഞാൻ ആ തീരുമാനം മാറ്റിവെച്ചു. ചെയ്യേണ്ടെന്നല്ല, ഇച്ചിരി കൂടെ കഴിയട്ടെ, എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് മാറ്റിവെച്ചു. പക്ഷെ ആ മാറ്റിവെച്ച ആള് അവിടെ നിന്നും തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഓരോ പുതിയ ആളുകൾ വരുമ്പോൾ അവരോട് ഏറ്റവും മുന്നേ നിന്നിട്ട് സ്റ്റോറി പറയുന്ന ആളാണ്. ജീവിതത്തിന്റെ അതാണ് ഏറ്റവും വലിയൊരു പ്രൗഡായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. മനോഹരമായ കാര്യം, ഇടം നടന്നപ്പോൾ ആൾക്ക് ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര പാടാ. തൃശ്ശൂരാണ് വീട്, അവിടുന്ന് 2 വീലർ ഓടിച്ച് കുട്ടിക്കാനം വരെ വന്നു. 2 വീലർ ഓടിച്ചു, അതായത് 250 കിലോമീറ്റർ എങ്ങാണ്ട് 2 വീലർ ഓടിച്ചു മാത്രം അതിനുവേണ്ടി അറ്റൻഡ് ചെയ്യാനായിട്ട് ആ മഴയുള്ള ദിവസം
കുട്ടിക്കാലത്തേക്ക് വന്നു. അടിപൊളി. ആലോചിക്കുക, അത് ജീവിതത്തിൽ ഏറ്റവും പ്രൗഡായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിലും വലിയ അച്ചീവ്മെന്റ് നമുക്ക് എന്താണ്, എന്ത് അവാർഡ് കിട്ടി കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ സ്പാർക്കൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ പ്രായമാണ്, എനിക്ക് 24 വയസ്സാണ് സ്പാർക്ക് തുടങ്ങുമ്പോൾ ഉള്ളത്. അന്നൊന്നും ഇത്ര സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിനെ കാണുക, ഇതൊരു ബിസിനസ്സാണെന്നോ നമുക്കതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായം. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായത്തിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ്, ഇതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്ക് ഇതുപോലൊരു കോൾ വന്നതാണ്. നമ്മളിത് വീഡിയോ ചെയ്തു, 50 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത് തിരിച്ചു വന്നൊരു സ്റ്റോറി, ഒരു വീഡിയോ നമ്മൾ ചെയ്തു. നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെയാണ്. ഈ വീഡിയോ കണ്ടൊരു വ്യക്തി വിളിക്കുകയാണ്, നിങ്ങളുടെ ആ വീഡിയോ, അപ്പം അന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും കൊടുത്തേക്കുന്ന നമ്പർ എൻ്റെ രംഗുവിൻ്റെ നമ്പറായിരുന്നു. അപ്പോൾ കോള് വരുമ്പോൾ മിക്കപ്പോഴും രംഗു അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അന്ന് എന്തോ കോള് വന്നത്, എനിക്ക് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പോൾ സ്പീക്കറായിട്ട് സംസാരിച്ചുകൊണ്ട് കാറിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ 3 മക്കളെയും ഞാനും ഭാര്യയും കൂടെ തീരുമാനം എടുത്തേക്കാണ്, അവർ കുവൈറ്റിലാണ്, മക്കളെയും കൊന്ന് ഭാര്യയും ഞാനും കൂടി മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ, തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്നൊരു ഫീല്. ഞാനും ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. കാരണം നമുക്കൊരു വീഡിയോ ആയിരുന്നു അത്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്ലയൻറ്റിൻ്റെ ഒരു വീഡിയോ. പക്ഷെ അതൊരു 5 ജീവന് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഫീലുണ്ട്. എനിക്കൊന്ന് അവിടെ നിന്നാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ്. അപ്പം എനിവേ വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നിമിഷത്തിൽ ശരിക്കും നന്ദി മാത്രമാണ് മനസ്സ് മുഴുവൻ. കാരണം നമ്മൾ കടന്നു പോകുന്ന ഒത്തിരി സങ്കടങ്ങളുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്, നമ്മളെ ഒറ്റപ്പെടുത്തിയവരുണ്ട്, നമ്മളെ ഇട്ടിട്ട് പോയവരുണ്ട്, നമ്മളെ ഒഴിവാക്കിയവരുണ്ട്, നമ്മൾ വെറും പരാജയമാണെന്ന് മുദ്ര കുത്തിയവരുണ്ട്. പക്ഷെ അവരൊക്കെ തന്ന ഈ ഒരു ചലഞ്ചസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു മിഷനിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ പ്രകാശമായി നിൽക്കാൻ പറ്റുന്നത്. അവരോടൊക്കെ നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. അപ്പം നാളെ രാവിലത്തെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ എൻ്റെ പേരോട് എഴുതിയൊക്കെ ഓൾറെഡി എഴുതിയിട്ടാ വന്നത് ആണല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഈ യാത്ര ഒരിക്കലും നിൽക്കാതിരിക്കട്ടെ. കാരണം നിങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് സ്റ്റക്കായി പോകും. സോ ഇതൊരു ഓൺട്രപ്രണർഷിപ്പ് യാത്രയായിരുന്നില്ല നമ്മളിന്ന് സംസാരിച്ചത്. അതിനേക്കാളുപരി ഒരുപാട് പേരുടെ മനസ്സറിഞ്ഞ, ഒരുപാട് പേരുടെ മനസ്സിനെ പുതുജീവൻ കൊടുത്ത ഒരു യാത്രയായിരുന്നു. അപ്പം നിങ്ങളുടെ ഒരു ദാമ്പത്യത്തിൽ നിങ്ങൾ കൊണ്ടുവന്നേക്കുന്ന വലിയൊരു മാറ്റം, നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ആ മനസ്സിന് ഞാനും നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ, നിലവിളക്കായി കത്തേണ്ട സ്ത്രീ കരിവിളക്കായി മാറുന്നത് പലപ്പോഴും അവൾ മാത്രം വിചാരിച്ചിട്ടല്ല. ചുറ്റും നിൽക്കുന്ന ആളുകൾ, ചുറ്റും നിൽക്കുന്ന ഇൻസിഡൻസ്, ചെറുപ്പം മുതലുണ്ടായി വളർന്നു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും അവർക്ക് പ്രകാശിക്കാൻ സാധിക്കാത്തത്. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ പെങ്ങൾക്ക് ഒക്കെ ഇങ്ങനെ പ്രകാശിക്കാൻ ആഗ്രഹമുണ്ടാകും. അപ്പോൾ അവരെ പ്രകാശിക്കാൻ വിടുക, സ്വസ്ഥയിലേക്ക് വിടുക, ഇടത്തിലൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അവരും പ്രകാശിക്കട്ടെ അല്ലേ? നാളെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചെറിയ ഒരു മൂവ് വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ ഒരുപാട് പേർക്ക് പ്രകാശമായി മാറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സ്വസ്ഥമായി തന്നെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.